നമസ്കാരം. നീല് ആ പുതിയ വസതിയുടെ ആ ഭംഗിയിൽ അങ്ങനെ ലയിച്ചു നിൽക്കുമ്പോൾ പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. നീല് പെട്ടെന്ന് കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം 3:30. 3:30 മണിക്ക് മെഡിസിനൽ ഹെർബ്സുമായി ആ വെർച്വസ് ബെരിവോളൻ ഹാളിൽ നിന്ന് ആളുകൾ എത്തുമെന്നുള്ള കാര്യം നീലിന് അറിയാം. അവരെത്തിയതായിരിക്കും. അങ്ങനെ തോന്നിയതും നീല് ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ പുറത്ത് വെർച്വസ് ബെരിവോളൻ ഹാളിലെ ആളുകൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ വന്നിരിക്കുന്നത് സാക്ഷാൽ ഷൂഷന്റെയും അദ്ദേഹത്തിന്റെ ചെറുമകൾ ഷൂസിയാനും പിന്നെ ഷൂസിയാന്റെ ആ മാസ്റ്ററുമാണ്. പിന്നെ ഒരു പ്രായമുള്ള ആളുമുണ്ട്. ആ 3 ആളുകളെയും കണ്ടതും നീല് അവരോട് ചോദിച്ചു, എന്താ ഓൾഡ് ഷൂ, നിങ്ങളുടെ സ്ഥാപനത്തിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേറെ ആളുകളൊന്നുമില്ലേ? അങ്ങനെ നീല് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഈ 3 ആളുകളുടെയും കൈവശം ഇഷ്ടംപോലെ മെഡിസിനൽ ഹെർബ്സിന്റെ ബണ്ടിലുകൾ ഇരിക്കുകയാണ്. അവർ ആ ബണ്ടിലുകളൊക്കെ ചുമന്ന് ആ പെൻ ഹൗസിന്റെ ആ വാതിലിന് മുന്നിലെത്തി നിൽക്കുകയാണ്. ലിഫ്റ്റിലാണ് അവിടെ എത്തിയതെങ്കിലും അത് അവിടെ വരെ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെട്ട് കാണുമെന്ന് അത് കാണുന്ന നീലിന് അറിയാം. നീലിന്റെ ചോദ്യം കേട്ടതും ഷൂഷന്റെ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽ, അതങ്ങനെയല്ല. ഈ ഹെർബ്സ് ശരിക്കും വിലപിടിപ്പുള്ള ഹെർബ്സാണ്. ഇത് മിസ്റ്റർ നീലിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മറ്റാരുടെ കയ്യിലും കൊടുക്കാതെ ഞങ്ങൾ തന്നെ ഇത് ഇവിടെ എത്തിച്ചത്. ആ മറുപടി കേട്ട നീല് അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. ആ 3 അംഗ സംഘം ആ പെൻ ഹൗസിനകത്തേക്ക് കടക്കുമ്പോൾ സിയാനും ഷിൻഡയും ഒരുപോലെ ഞെട്ടിയെന്ന് പറയാം. ഷിൻഡെ ഞെട്ടാനുള്ള കാരണം വെർച്വസ് ബെരിവോളൻ ഹാളിലേക്ക് നീല് വന്നത് ഒരു ടാക്സിയിലാണ്. ഒരു സാധാരണ ടാക്സിയിൽ വന്നിറങ്ങിയ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പെൻ ഹൗസ് സ്വന്തമായി ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ. ആ പെൻ ഹൗസ് ശരിക്കും ഒരു ശില്പമാണ്. അതിമനോഹരമായ ആ പെൻ ഹൗസിന്റെ സൗന്ദര്യം സിയാനെ വല്ലാതെ ഞെട്ടിച്ചു എന്ന് പറയാം. അവൾ ശരിക്കും സാധാരണക്കാരനായി കണ്ട നീല് യഥാർത്ഥത്തിൽ ഈ പെൻ ഹൗസിന്റെ ഉടമയാണ്. അവൾക്ക് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അപ്പോഴാണ് ഒരു ധാരണ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഷിൻഡയും സിയാനും അതുപോലെ സിയാന്റെ ആ കൂടെയുള്ള ആ പ്രായമുള്ള ആളും മെഡിസിനൽ ഹെർബ്സൊക്കെ നീല് കാണിച്ചു കൊടുത്ത പ്ലേസിൽ വെക്കുമ്പോൾ ഒരു ഭയ, ഭക്തി, ബഹുമാനം അവരിൽ ദൃശ്യമാണ്. അവര് സാധനങ്ങൾ വെച്ചതും നീല് അവരോട് പറഞ്ഞു, സോറി, ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ താഴെ പോയി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. ഹേയ് മിസ്റ്റർ നീൽ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതിന് സൽക്കാരമൊന്നും വേണ്ട. നീലിന് അവർക്ക് കൊടുക്കാൻ വെള്ളം പോലും ഇല്ല എന്നതാണ് സത്യം. പൈപ്പ് വെള്ളവും അതുപോലെ ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളവും മാത്രമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. നീൽ എങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയാണ് സാധനങ്ങൾ വാങ്ങേണ്ടത്. നീലിനോട് ഷിൻഡെ ആ മറുപടി പറഞ്ഞിട്ടും ഷിൻഡെയും ടീമും പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കണ്ടതും നീല് ഷിൻഡയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ചോദിക്കാന്ന് വെച്ചാൽ ചോദിച്ചോളൂ. എനിക്കറിയാം നിങ്ങൾക്ക് എന്തോ അറിയാനുണ്ട്. അതുകൊണ്ടാ മിസ്റ്റർ ഷൂ തന്നെ ഇവിടേക്ക് വന്നത്. വളച്ചുകെട്ടില്ലാതെ ഷൂ അതിന് മറുപടിയായി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽ, ശരിക്കും എനിക്കല്ല ചോദിക്കാനുള്ളത് മാസ്റ്റർ ക്യൂനാണ്. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് മാസ്റ്റർ ക്യൂൻമിങ്, സിയാന്റെ മാസ്റ്ററാണ്. അങ്ങനെ ഷിൻഡെ മാസ്റ്റർ ക്യൂവിനെ പരിചയപ്പെടുത്തിയതും മാസ്റ്റർ ക്യൂ കൈകൾ കൂപ്പി നീലിനെ തൊഴുതു. ഗ്രാൻഡ് മാസ്റ്റർ, അങ്ങേക്ക് എൻ്റെ വണക്കം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നീലിനെ ആ ആള് വണങ്ങിയപ്പോൾ നീലിന്റെ മുഖത്ത് ഒരു അതിശയം. നീല് മാസ്റ്റർ ക്യൂനോട് ചോദിച്ചു, ഹലോ മാസ്റ്റർ, അങ്ങ് എന്താ ഇപ്പൊ പറഞ്ഞത്? ഗ്രാൻഡ് മാസ്റ്റർ എന്നോ? അതെന്താ ഈ ഗ്രാൻഡ് മാസ്റ്റർ? ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഷിൻഡെയും സിയാനെയും അതുപോലെ ആ മാസ്റ്ററെയും വല്ലാതെ അമ്പരപ്പിച്ചു എന്ന് അവിടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. അവിടെ ആ അമ്പരപ്പ് തിരിച്ചറിഞ്ഞ നീല് അവരോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ കുറെ നാളുകളായി വേറൊരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഹക്സിയിലെ ഈ മാർഷൽ ആർട്സ് സിസ്റ്റത്തെ കുറിച്ച് വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടിയായി സംസാരിച്ചു തുടങ്ങിയത് മാസ്റ്റർ ക്യൂ ആണ്. അദ്ദേഹം നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽ, ഇവിടെ ഹക്സിയിൽ മാർഷൽ ആർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം സ്വന്തം ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. നല്ല ശക്തിയുള്ള ആളുകൾ മാർഷൽ ആർട്സൂടെ പഠിക്കുമ്പോൾ അവർക്ക് എതിരാളികളെ നേരിടാനോ ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലഭിക്കും. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ പ്രാധാന്യം ഇന്നർ സ്ട്രെങ്തിനുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഇന്നർ സ്ട്രെങ്ത് വളർത്തുന്ന ആ പ്രക്രിയ വിജയകരമായി ചെയ്യുന്ന ആളുകളാണ് പിന്നീട് ഈ മാർഷൽ ആർട്സ് മേഖലയിൽ വളർച്ച നേടുക. അങ്ങനെ വളർച്ച നേടുന്ന ആളുകൾ ഈ ഹക്സിയിൽ എത്തിച്ചേരുന്ന അവസാന സ്റ്റേജിനെയാണ് നമ്മൾ ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വിളിക്കുക. മാസ്റ്റർ നീൽ, താങ്കളിപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. മാസ്റ്റർ ക്യൂൻ പറഞ്ഞ ആ വാചകം കേട്ടപ്പോൾ നീലിന് മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം മാസ്റ്ററോട് ചോദിച്ചു, അല്ല,
ഈ ഹക്സിയിൽ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി എനിക്ക് പറയാൻ അറിയില്ല. എന്നാൽ കുറേയേറെ ആളുകൾ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് അറിയപ്പെടാത്ത ആളുകൾ ശരിക്കും ഇവിടെ ഈ ഹക്സിയിലുണ്ട്. അവര് പല കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് സെക്രൂഷലാണെന്ന് പറയാം. ആവശ്യം വന്നാലേ അവർ പുറത്തു വരും. അവരൊക്കെ ചിലപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററേക്കാൾ പവർഫുൾ ആയിരിക്കും. ശരിക്കും ഗ്രാൻഡ് മാസ്റ്ററെ വിളിക്കുക പവർ ഹൗസ് എന്നാണ്. അത് കേട്ടതും നീൽ അടുത്ത സംശയം ചോദിച്ചു, അല്ല ഈ റിവർ സിറ്റിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് കേട്ടതും മാസ്റ്റർ ക്യൂൻ നീലോട് പറഞ്ഞു, അതിന് മറുപടി പറയാൻ കഴിയുക മിസ്റ്റർ ഷിൻഡേക്കാണ്. മാസ്റ്റർ ക്യൂൻ ബോള് ഷിൻഡയുടെ അടുത്തേക്ക് തട്ടിയെന്നർത്ഥം. നീല് ഷിൻഡയെ നോക്കിയതും ഷിൻഡെ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽ, ഇവിടെ ശക്തരായ കുടുംബങ്ങൾ 4 എണ്ണമാണ്. ഒന്നാമത്തെ കുടുംബം ചു കുടുംബമാണ്, രണ്ടാമത്തത് സാഹു കുടുംബം, മൂന്നാമത്തത് ലൂ കുടുംബം, 4ാം സ്ഥാനത്ത് ഫിൻ കുടുംബമാണ്. പക്ഷേ ഫിൻ കുടുംബത്തിലെ ആ അച്ഛനെയും മകനെയും ആരോ വകവരുത്തി. അതോടിപ്പോ ആ കുടുംബത്തെ ശക്തരായ കുടുംബങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കിയെന്ന് പറയാം. ഇപ്പൊ എല്ലാവരും ആ സ്ഥാനത്ത് കാണുന്നത് വാൻ കുടുംബത്തെയാണ്. ആ 4 കുടുംബങ്ങളെ കുറിച്ചും നീല് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, നീലിന് അറിയാം. നീലിനെ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് അപമാനിച്ച സരന്റെ കുടുംബമാണ് ഒന്നാമത് നിൽക്കുന്ന ചൂ സരൻ കുടുംബം. അതിനെക്കുറിച്ച് നീൽ ആലോചിച്ചതും നീലിന്റെ ബോഡിയിൽ നിന്ന് ഒരു തരംഗം പുറത്തേക്ക് ഇങ്ങനെ പ്രസരിച്ചതുപോലെ ഒരു ഫീല് അവിടെ നിൽക്കുന്ന ആളുകൾക്കുണ്ടായി. ശരിക്കൊരു ഭയപ്പെടുത്തുന്ന ഓറ നീലുമായി ബന്ധപ്പെട്ട് അങ്ങനെ പരക്കുകയാണ്. ശരിക്കും നീലിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമക്കുന്നത് ആ നിമിഷം തന്നെ ഷിൻഡയും കൂടുള്ളവരും കണ്ടു. അവർക്ക് പെട്ടെന്നൊരു ഭയം. നീല് ശരിക്കൊരു പവർ ഹൗസാണ്. ആ പവർ ഹൗസിനെ തങ്ങള് ഏതെങ്കിലും ശൈലിയിൽ അജിറ്റേറ്റ് ചെയ്തു, ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഒരുപോലെ ആ 3 ആളുകളിലും വന്നതും ഷിൻഡെ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ നീൽ, ഞങ്ങൾ എന്തെങ്കിലും? ശരിക്കും ആ സൗണ്ട് കേട്ടപ്പോഴാണ് നീല് പെട്ടെന്ന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. നീല് ആ നിമിഷം അയാളുടെ ഓറ പിൻവലിച്ചു. സോറി, ഞാൻ വേറെ ആലോചിച്ചു പോയി. അങ്ങനെ നീല് പറഞ്ഞതും മാസ്റ്റർ ക്യൂൻ നീലിനോട് പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങോട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അങ്ങ് എൻ്റെ ടെക്നിക്കിൽ ഉണ്ടായിരുന്ന പാളിച്ച, ആ ചിത്രം വരച്ച് എന്നെ ബോധ്യപ്പെടുത്തിയത് എനിക്ക് ഒരുപാട് ഗുണമായിരിക്കുകയാണ്. എൻ്റെ 7 സൺസ് ഹാർട്ട് ടെക്നിക്കിൽ ആ പാളിച്ച ഉള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ എങ്ങനെ ആ പാളിച്ച മറികടക്കണമെന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാസ്റ്റർ നീൽ, താങ്കളാണ് യഥാർത്ഥത്തിൽ എന്നെ ശരിക്കും ജീവിതത്തിലേക്ക് ഇപ്പോൾ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അയാളത് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരുപാട് നന്ദി ഉള്ളതിൻ്റെ ഒരു ലക്ഷണം സ്വാഭാവികമായും അയാളുടെ മുഖം കാണുന്ന ആർക്കും അറിയാം. സിയാന്റെ മുഖത്തും അതിൻ്റെ ഒരു നന്ദിയുണ്ട്. എന്തായാലും അവർ 3 പേരും അതേ സമയം കഴിയുമ്പോൾ അവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നീല് ആ മെഡിസിനൽ ഹെർബ്സ് ഒക്കെ സുരക്ഷിതമായി സ്റ്റോറിൽ കൊണ്ടുവച്ചു. ആ സാധനങ്ങളെയൊക്കെ സ്റ്റോർ ചെയ്തതിനു ശേഷം നീല് അവിടെയുള്ള ബാൽക്കണിയിലെ ജനാലയിൽ കൂടി അങ്ങ് ദൂരെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് നോക്കി. അതൊരു സെമിത്തേരിയാണ്. നീലിന്റെ അച്ഛനെയും അമ്മയും അടക്കം ചെയ്ത ആ സെമിത്തേരിയിലേക്ക് നീല് നിർനിമേഷനായി അങ്ങനെ അല്പനേരം നോക്കി നിന്ന് പോവുകയാണ്. നാളെയാണ് അവന്റെ അച്ഛന്റെ അമ്മയുടെയും ഓർമ്മ ദിവസം. പിറ്റേ ദിവസം തന്റെ മാതാപിതാക്കളുടെ സ്മൃതി ദിവസമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ എങ്ങനെ കുറെ നേരം ഇരുന്ന നീല് പുറത്തിറങ്ങിയപ്പോ വൈകുന്നേരം ഏകദേശം 6 മണിയായി. സോനയുടെ അടുത്ത് ചെന്നാൽ നല്ല ഭക്ഷണം കിട്ടും. സോന നന്നായി കുക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പരിചയം കൊണ്ട് നീല് മനസ്സിലാക്കിയ കാര്യമാണ്. ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് നീലിന്റെ മനസ്സിൽ മറ്റൊരു സ്ഥലം കടന്നു വന്നു. 16 വയസ്സ് വരെ അവിടെ താമസിച്ചിരുന്ന ആ സമയത്ത് നീൽ സ്ഥിരമായി ചെല്ലുന്ന ഒരു സ്ഥലമാണ് നീലിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ആ സ്ഥലം ഓർമ്മ വന്നതും നീലൊരു ടാക്സി പിടിച്ച് ആ റിവർ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. നീല് ടാക്സിയിൽ എത്തിയത് നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റിന്റെ സ്ഥലത്താണ്. അവിടെ ആ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയ നീല് ആ മാർക്കറ്റിലൂടെ നടന്ന് ലേശം തിരക്ക് കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് വന്നു. അവിടെ അത്ര തിരക്കില്ലാത്ത ഒരു സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ നീല് കടന്നിരിക്കുന്നത്. നീൽ ആ സ്ട്രീറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ ഒരു സ്ഥലം നീലിന്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. ആ സ്ഥലമാണ് നീലിന്റെ ലക്ഷ്യം. നീൽ നടന്ന് അവിടെ എത്തുമ്പോൾ അവിടെ ഏകദേശം ഒരു 55 വയസ്സൊക്കെ പ്രായമുള്ള ഒരാളും അയാളുടെ ഭാര്യയും അവിടെയുള്ള കസേരയും മേശയും സാധനങ്ങളൊക്കെ അടുക്കി പറക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് നീൽ അവിടെ ചെല്ലുന്നത്. അങ്കിൾ വാൻ, എനിക്ക് ബാർബിക്യൂ വേണമായിരുന്നു. കുട്ടി, ഇന്നിപ്പോ ഞങ്ങള് ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്കിൾ, അങ്ങനെ പറയരുത്. ഇവിടുത്തെ ബാർബിക്യൂ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. ദയവായി അതൊന്നും ഉണ്ടാക്കി തരണം. ശേ മോനെ, നമ്മള് ഇനി ഇവിടെ ഉണ്ടാക്കി ശരിയാകില്ല. അങ്കിൾ, വിലയെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എനിക്ക് ഇവിടെ വരെ വന്നപ്പോൾ അങ്കിളുടെ ഈ ബാർബിക്യൂ ഓർമ്മ വന്നു. പണ്ട് ഞാൻ ഒരുപാട് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അവനെ നിരുത്സാഹപ്പെടുത്തി വിടാൻ ഒരു മടി
അങ്കിൾ വാങ്ങിനുണ്ട്. അതുപോലെ തന്നെയാണ് അങ്കിളിനൊപ്പമുള്ള ആ സ്ത്രീക്കും. അവരുടെ രണ്ടുപേരുടെ കണ്ണുകൾ തമ്മിൽ ഒന്ന് ഇടഞ്ഞതും അങ്കിൾ വാങ് നീലിനോട് പറഞ്ഞു, മോനെ ഇരിക്കെ, ഒരു 10 മിനിറ്റിനകം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. നീല് അവിടെയുള്ള ഒരു ടേബിളിനടുത്തിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് നീല് ആ കട ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ കടയിൽ പണ്ട് കാലത്ത് നീല് കാണുന്ന പോലുള്ള കാര്യങ്ങളൊന്നും കാണാനില്ല. എല്ലാം ഏതാണ്ട് അടുക്കി പറക്കി വെക്കുകയാണ്. ഇവര് ഇനി ഇവിടെ നിന്ന് ഇത് മാറ്റിക്കൊണ്ടു പോകണ വല്ല പരിപാടിയിലുമാണോ? അങ്ങനെ നീല് ആലോചിക്കുമ്പോഴേക്കും ആ അങ്കിൾ വാങ് നീൽ ആവശ്യപ്പെട്ട ഭക്ഷണം നീലിന്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. കത്തിയും മുള്ളും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ആ ടേബിളിന്റെ മുകളിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബാർബിക്യൂ കഴിച്ചു തുടങ്ങിയ നീല് അങ്കിൾ വാങ്ങിനോട് പറഞ്ഞു, അങ്കിൾ പണ്ടത്തെ അതേ രുചി ഇപ്പോഴും ഉണ്ട് കേട്ടോ. മോനെ, അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ. ഈ രുചിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. മോൻ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണ്, അവിടെ വന്നാൽ മതി. ഞങ്ങൾ ഇവിടുന്ന് മാറുകയാണെന്നോ? എങ്ങോട്ടാ മാറുന്നേ? ആ, ഈ തെരുവിന്റെ മറ്റേ എൻഡിലേക്ക് മാറുകയാണ്. ഓ, അവിടെ ആളുകളൊക്കെ വരുമോ? നീ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും അങ്കിള് നീലിനോട് പറഞ്ഞു, മോനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ അങ്കിളെ? ഓ, അതൊക്കെ വലിയ കഥയാണ്. അങ്ങനെ അങ്കിൾ വാങ് പറഞ്ഞപ്പോ അങ്കിൾ വാങ്ങിന്റെ പുറകിൽ നിൽക്കായിരുന്ന ആ സ്ത്രീയുടെ കണ്ണുകൾ ഒരു ദിശയിലേക്ക് നോക്കുന്നത് നീല് കണ്ടായിരുന്നു. ആ ദിശയിലേക്ക് നോക്കിയ ആ സ്ത്രീയുടെ മുഖം പേടികൊണ്ട് വിളർന്നതും നീലിന്റെ ശ്രദ്ധയപ്പെട്ടു. ആ തെരുവിന്റെ അറ്റത്തേക്ക് നോക്കിയ അങ്കിൾ വാങ്ങിന്റെ മുഖത്തും ഭയം നിഴലിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന നീലിന്റെ ശ്രദ്ധയപ്പെട്ടു. നീല് തന്റെ ഇടം കണ്ണിലൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടുന്ന് കുറെ ചെറുപ്പക്കാർ അവിടേക്ക് നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരുടെ മുന്നിൽ നടക്കുന്ന ആളിന്റെ ആ നടത്തം കാണുമ്പോൾ അറിയാം അയാള് ഒരു ഗുണ്ടയാണ്. അയാളുടെ മാത്രമല്ല, അയാളുടെ പുറകെ നടക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജും ഏതാണ്ട് അതേ ശൈലി തന്നെയാണ്. ആ തെരുവ് അടക്കി ഭരിക്കുന്ന ഗുണ്ടകളുടെ ഒരു ശൈലിയിലാണ് അവരുടെ ബോഡി ലാംഗ്വേജ്. അത് കണ്ടതും അങ്കിൾ വാങ് നീലിനോട് പറഞ്ഞു, മോനെ വേഗം പാക്ക് ചെയ്തെടുക്ക്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ അങ്കിൾ വാങ് പറയുമ്പോഴേക്കും ആ ഗുണ്ടകൾ അങ്കിൾ വാങ്ങിന്റെ കടയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. മുന്നേ വന്ന ആള് അങ്കിൾ വാങ്ങിനെയും ഭക്ഷണം കഴിക്കുന്ന നീലിനെയും അങ്കിൾ വാങ്ങിന്റെ വൈഫിനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അയാളോടായി പറഞ്ഞു, നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് പ്രൊട്ടക്ഷൻ മണി നൽകിയാൽ മാത്രമേ ഇവിടെ കച്ചവടം നടത്താൻ പറ്റുമെന്ന്. ഞാൻ ചോദിച്ചത് വെറും 50,000 അല്ലേ? അത് തരാതെ നീ എന്റെ വാക്കുകൾ ധിക്കരിച്ച് ഇവിടെ വീണ്ടും കച്ചവടം നടത്തിയല്ലേ? അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ തൊട്ടു മുന്നിലുള്ള ഒരു ടേബിളിൽ ഒരൊറ്റയാടി. അടിയേറ്റ് ആ ടേബിൾ ചരിഞ്ഞതും അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തറയിലേക്ക് വീഴുകയും ചെയ്തു. ആ സാധനങ്ങൾ തറയിലേക്ക് വീഴുമ്പോൾ അയാൾ ഇടതും വലതും കാലുകൾ മാറി മാറി ഉപയോഗിച്ച് അവിടെയുള്ള കസരകളൊക്കെ ചവിട്ടി ഓടിക്കുകയാണ്. ശരിക്കും ഒരു നായാട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അയാളുടെ ആക്ഷനിൽ കാണാം. അത് കണ്ടതും അങ്കിൾ വാങ് തൊഴുതുകൊണ്ട് അയാളോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ, നാളെ മുതൽ ഞാൻ പടിഞ്ഞാറ സൈഡിലേക്ക് മാറുകയാണ്. പടിഞ്ഞാറ സൈഡിലേക്ക് മാറുന്നു, അതിന് നിനക്കാരാ അനുവാദം നൽകിയത്? അങ്ങനെ ആ മനുഷ്യൻ ചോദിച്ചതും അങ്കിൾ വാങ് അയാളുടെ മേശയ്ക്കകത്തുണ്ടായിരുന്ന പണമെല്ലാം കൂടെ എടുത്ത് ആ മനുഷ്യന് നേരെ നീട്ടി. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ദയവായി ഇതൊന്ന് സ്വീകരിച്ചിട്ട് ഞങ്ങളെ വെറുതെ വിടണം. അങ്കിൾ വാങ് നീട്ടിയ ആ പണത്തിലേക്ക് ആ മനുഷ്യർ ഒറ്റയാടി. അങ്കിൾ വാങ്ങിന്റെ കയ്യിലേക്ക് അയാളുടെ കൈ പതിച്ചതും ആ നോട്ടുകൾ അങ്കിൾ വാങ്ങിന്റെ കയ്യിൽ നിന്ന് അവിടെ അങ്ങ് പറന്നു തുടങ്ങി. അങ്കിൾ എന്നിട്ടും ആ ആളെ നോക്കി തൊഴുകയാണ്. ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയതാണ്, ദയവായി ഞങ്ങളോട് ദേഷ്യപ്പെടരുത്, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല, എൻ്റെ കയ്യിൽ ആകെ ഇത്ര പണമേ ഉള്ളൂ, ഞങ്ങളിനി ഒരു ശല്യത്തിനും വരത്തില്ല. അങ്കിൾ വാങ് അയാൾ ആ കസേരയും മേശയൊക്കെ ചവിട്ടി ഓടിക്കുന്ന കണ്ടതും അങ്കിൾ വാങ് നീട്ടി ആ നോട്ടുകൾ അടിച്ച് പറപ്പിച്ചു കളഞ്ഞ ആ ഗുണ്ട അതിനുശേഷം അവിടെയുള്ള ഓരോ സാധനങ്ങളായി എടുത്ത് തറയിലേക്ക് ടപ്പോ ടപ്പോ ആടി തുടങ്ങി. അത് കണ്ടതും അങ്കിൾ വാങ് കരഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടെങ്കിൽ ക്ഷമിക്കണം, ദയവായി എന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. അതിന് മറുപടിയായി അയാൾ കൈ ഉയർത്തി അങ്കിൾ വാങ്ങിന്റെ കവിളിൽ ഒരൊറ്റയാടി. അടിയേറ്റ് അങ്കിൾ വാങ് കറങ്ങി വീഴാൻ പോയതും അങ്കിളുടെ ഭാര്യ ഓടി വന്ന് അയാളെ പിടിച്ചു. അവരുടെ മുഖത്ത് ശരിക്കും ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ മനുഷ്യൻ ആ ഭാര്യയും ഭർത്താവിനെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നാളെ ഞാൻ വീണ്ടും വരും, ആ സമയത്ത് 50,000 എൻ്റെ കയ്യിലേക്ക് എണ്ണി വെച്ചില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഞാൻ അവിടേക്ക് വരും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അയാളുടെ കൂട്ടാളികളുടെ അടുത്തേക്ക് നടന്നതും ഒരു ശബ്ദം അയാൾ കേട്ടു. ഏയ്, നിന്നോട് പോവാൻ ആരാ പറഞ്ഞത്? നല്ല മുഴക്കമുള്ള എന്നാൽ വളരെ ശാന്തമായ ഒരു ശബ്ദമാണ് ആ സമയത്ത്
ആ ഗുണ്ട കേട്ടത്. ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു. അവിടെ അങ്കിൾ വാങ്ങും ഭാര്യയും അല്ലാതെ ഒരു ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമേ ഉള്ളൂ. അയാൾ അങ്കിൾ വാങ്ങിനെയും ഭാര്യയെ ഒന്ന് നോക്കിയതിന് ശേഷം നടന്ന് നീലിന്റെ മുന്നിലെത്തി. നീലാണോ ആ ഡയലോഗ് പറഞ്ഞതെന്നറിയാൻ അയാൾക്കൊരു ആകാംക്ഷ. അയാളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അയാളൊരു കസേര വലിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന നീലിന്റെ എതിരെ ഇരുന്നിട്ട് നീലിനോട് ചോദിച്ചു, ഏയ് നീ എന്നോടാണോ സംസാരിച്ചത്? അയാൾ ആ ചോദ്യം ചോദിക്കുമ്പോഴും അയാളെ നോക്കാതെ നീല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ചോദ്യം കേട്ടതും നീല് അയാളൊന്ന് നോക്കിയിട്ട് അയാളോട് ചോദിച്ചു, നിന്നോടല്ലാതെ ഇവിടെ അതിന് വേറെ പട്ടികളൊന്നും ഇല്ലല്ലോ? നിന്നോട് തന്നെയാണ് ചോദിച്ചത്. ഇവിടെ വേറെ പട്ടികളൊന്നും ഇല്ലല്ലോ എന്നുള്ള നീലിന്റെ ആ ഡയലോഗ് ആ മനുഷ്യന് ഒന്ന് കൊണ്ടു. അയാളുടെ ഈ ഷോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു 10ഓളം വരുന്ന ഗുണ്ടകൾ സമീപത്ത് നിൽക്കുകയാണ്. അവന്മാരും ശരിക്കും അമ്പരന്ന് പോയിട്ടുണ്ട്. അതിലേറെ അമ്പരപ്പ് ആ അങ്കിൾ വാങ്ങിനും ഭാര്യയ്ക്കുമുണ്ട്. ഈ ചെറുപ്പക്കാരൻ എന്ത് തർക്കുത്തരമാണ് ആ വ്യക്തിയോട് പറയുന്നത്? അങ്ങനെ ഒരു ചിന്ത അങ്കിൾ വാങ്ങിന്റെ മനസ്സിലേക്ക് വന്നതും ഈ ഗുണ്ട നീലിനോട് ചോദിച്ചു, നീ എന്നോടാ പറഞ്ഞത്? എന്താണോ നിനക്ക് ചെവി കേൾക്കത്തില്ലേ? നീലിന്റെ മറുപടി ഉടനുണ്ടായി. അതോടെ കേട്ടതും ആ ഗുണ്ടയുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അയാള് കൈ നിവർത്തി ഒരു അടിയാടി. നീലിന്റെ കവൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അയാൾ ആഞ്ഞടിച്ചത്. ആ കൈ നീലിന്റെ മുഖത്ത് എത്താറായപ്പോ പെട്ടെന്നാണ് ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുന്നത്. ആ മനുഷ്യന്റെ കൈയിലേക്ക് നീലിന്റെ ഇടത് കൈ പെട്ടെന്നൊന്ന് ഉയർന്ന് ഒരൊറ്റ തായ്പ്. ആ കൈ അതിവേഗം ആ മേശപ്പുറത്തേക്ക് താന്നതും നീലിന്റെ വലത് കൈയിൽ ഒരു ഫോർക്ക് പ്രത്യക്ഷപ്പെട്ടതും ഒരേ നിമിഷത്തിലാണ്. ആ ഫോർക്ക് പ്രത്യക്ഷപ്പെട്ട അതേ നിമിഷത്തിനെ ഒന്ന് താഴേക്ക് താരുകയും ചെയ്തു. അമ്പരപ്പിക്കുന്ന ഒരു രംഗമാണ് അതിന്റെ ഫലമായിട്ടുണ്ടായത്. ആ മനുഷ്യന്റെ വലം കൈ ആ മേശപ്പുറത്ത് കുത്തി നിർത്തിയിരിക്കുകയാണ്. ശരിക്കും ആ രംഗം അവിടെയുള്ള മുഴുവൻ ആളുകളെയും അമ്പരപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ തന്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. അയാളുടെ കൈ അവിടെ കുത്തി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയതും അയാൾ ഇട കൈ കൊണ്ട് ഒരു ഒറ്റ ഇടി. ആ ഇടി നീലിന്റെ നേരെ എത്തിയതും ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കാതെ നീല് തിരിച്ചൊരൊറ്റ ഇടി. ആ ഇടി അയാളുടെ കയ്യിൽ പതിച്ചതും സകലരും ആ ശബ്ദം കേട്ടു. എല്ല് ഒടിയുന്ന ശബ്ദം. അതോടൊപ്പം ആ ഗുണ്ടയുടെ അലറിയുള്ള കരച്ചിലും. ഈ കാഴ്ചകൾ അതിവേഗതയിലാണ് സംഭവിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ബാക്കിയുള്ള ഗുണ്ടകൾക്ക് മനസ്സിലാവുമ്പോൾ അവർ കാണുന്നത് അവരുടെ നേതാവിന്റെ ഇടം കൈ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നതാണ്. വലത് കൈയാണെങ്കിൽ മേശപ്പുറത്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രക്തം രണ്ട് കൈയിലൂടെയും ഒലിച്ചിറങ്ങുന്നുണ്ട്. വലത് കൈപ്പത്തിയിൽ നിന്ന് ഊർന്നിറങ്ങിയ രക്തം കൊണ്ട് ആ മേശപ്പുറം നനഞ്ഞു വരികയാണ്. ഇടത് കൈയിൽ നിന്ന് രക്തം ഈറ്റിട്ട് താഴേക്ക് വീഴുകയാണ്. അയാളുടെ ആ അവസ്ഥ ശരിക്കും ഒരു വല്ലാത്ത കാഴ്ചയാണ്. അങ്കിൾ വാങ്ങും അയാളുടെ ഭാര്യയും ഏതാണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആ ഗുണ്ട തലവന് സമ്മതിക്കണം. തന്റെ വലത് കൈയുടെയും ഇടത് കൈയുടെയും ആ ശക്തി നഷ്ടപ്പെട്ടിട്ടും അയാള് തന്റെ സമചിത്തത വിടാതെ അയാളെ കൂടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറഞ്ഞു, എന്താ നോക്കി നിൽക്കുന്നത്, തീർക്കവനെ. അത് കേട്ട് അവന്മാര് മുന്നോട്ട് കുതിക്കാൻ പോയതും നീല് കസേര ഒന്ന് ചരിച്ചു. കസേര ചരിച്ച നീല് ഇപ്പോ ആ ഓടി വരുന്ന ഗുണ്ടകൾക്ക് മുഖാമുഖമാണ് ഇരിക്കുന്നത്. നീല് അവന്മാരോടായി പറഞ്ഞു, ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചാൽ ജീവനോടെ നിങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങാനാവില്ല. നീലിന്റെ ആ ഡയലോഗിന് ആ സാഹചര്യത്തിൽ വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായി. മുന്നോട്ട് കുതിച്ച ഗുണ്ടകൾ പെട്ടെന്ന് പുറകോട്ട് മാറി. ഒരു സ്റ്റെപ്പല്ല, അനവധി സ്റ്റെപ്പുകൾ. അവർ പെട്ടെന്ന് പുറകോട്ട് മാറുന്ന കണ്ടതും ആ ഗുണ്ടാത്തലവൻ ആ ഗുണ്ടകളോട് പറഞ്ഞു, നിങ്ങൾ എന്താ മാറുന്നേ, എന്തിനാ മാറുന്നേ? അതിന് മറുപടി പറയാതെ അവന്മാര് തല ഉനിച്ചിരിക്കുകയാണ്. ശരിക്കും ഭയം അവന്മാരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് വ്യക്തം. അവന്മാരെക്കാൾ ശക്തനാണ് അവരുടെ നേതാവെന്ന് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. ആ നേതാവിന്റെ വലം കൈ എടുക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ മേശയിൽ തറച്ചു വെച്ചിരിക്കുകയാണ്. ഇടം കൈയാണെങ്കിൽ ഒറ്റ ഇടിക്ക് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ്. അവന്മാർ ആക്രമിക്കാൻ ചെന്നാലും എന്താണ് സംഭവിക്കാൻ സാധ്യതയെന്ന് അവർക്കിപ്പോൾ അറിയാം. അത് മനസ്സിലാക്കിയ ആ ഗുണ്ടാ നേതാവ് ഒരു കൈ മേശയിലും മറു കൈ ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നീലിനോട് പറഞ്ഞു, നീയേ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നീ കൈവച്ചിരിക്കുന്നത് ആരെയാണെന്ന് നിനക്ക് ഓർമ്മ വേണം. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞത് നീല് കസേരയോട് കൂടി ഒന്ന് വീണ്ടും തിരിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവിടെ ഇരിക്കുന്ന ആ ടൂത്ത് പിക്കുകളുടെ ബണ്ടില് നീലിന്റെ കയ്യിലേക്ക് വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുമ്പോൾ നീലിന്റെ വലത് കൈയിലെ ആ ടൂത്ത് പിക്കുകൾ നീലിന്റെ കൈക്കുള്ളിലേക്ക് വരികയും അത് പെട്ടെന്ന് ഒന്ന് ചലിച്ചു തുടങ്ങുകയും ചെയ്തു. ശരിക്കും നല്ലൊരു മജിഷ്യന്റെ മാന്ത്രിക പ്രകടനത്തെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ നീലിന്റെ കയ്യിലേക്ക് വന്ന ടൂത്ത് പിക്കുകൾ അതിവേഗം പുറത്തേക്ക് തെറിക്കുകയാണ്. ആ ടൂത്ത് പിക്കുകൾ നീലിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ഗുണ്ടയുടെ ബോഡിയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറുകയാണ്. ആ ബോഡിയിൽ ആ ടൂത്ത് പിക്കുകൾ തൊടുമ്പോൾ അതങ്ങ് തറച്ച് ഉള്ളിലേക്ക് കയറുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ ഗുണ്ടയുടെ ദേഹം മുഴുവൻ ടൂത്ത് പിക്കുകളായി.
ഒരു വലിയ റബ്ബർ ട്യൂബിൽ നിറയെ ഈർക്കിൽ കുത്തി നിർത്തിയാൽ എങ്ങനെ നമുക്ക് തോന്നുവോ, അതുപോലെ അയാളുടെ ബോഡിയുടെ മുൻഭാഗം മുഴുവൻ ആ ടൂത്ത് പിക്കുകൾ ഇങ്ങനെ കുത്തിക്കയറി നിൽക്കുകയാണ്. പല്ലിൻ്റെ ഇടയിൽ കയറുന്ന ആഹാരാവശിഷ്ടങ്ങൾ കുത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനം ഇതാ അയാളുടെ പുറത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ഏകദേശം ഒരു 100 വരും. ആ ടൂത്ത് പിക്കുകൾ ആ ബോഡിയിലേക്ക് തറച്ചു കയറിയതിൻ്റെ വേഗത അതാണ് സകലരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആ ഗുണ്ടകളിൽ ആരോ അറിയാതെ മൂത്രമൊഴിച്ചതിൻ്റെ ഒരു ഗന്ധവും അവിടെ ആ പരിസരത്ത് പടർന്നു തുടങ്ങി. അത് ശരിക്കും ഭയന്ന് മൂത്രമൊഴിച്ചു പോയതാണ്. ഇപ്പോൾ കണ്ണുകൾ തള്ളി വാ പൊളിച്ച് നിൽക്കുകയാണ് ആ ഗുണ്ട നേതാവ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സംഭവിച്ച ഈ കാര്യങ്ങൾ. അയാളുടെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ നിറയെ ചിക്കുകൾ അയാളുടെ ബോഡിയിൽ തറച്ചിരിക്കുകയാണ്. ആ ചിക്കുകളെ വെച്ച് ഇവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ആ ഗുണ്ട ആലോചിക്കുമ്പോൾ നീലിന്റെ കൈ ഒന്നനങ്ങി. ആ നിമിഷത്തിൽ നീലിന്റെ കയ്യിൽ നിന്ന് ശരിക്കും ഒരു ഊർജം ആ ചിക്കിലേക്ക് പാഞ്ഞ കയറിയോ എന്നൊരു സംശയം അത് കണ്ട ഓരോരുത്തർക്കും ഉണ്ട്. കാരണം നീലിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പ്രകാശം ആ ഗുണ്ടയുടെ ബോഡിയിൽ പതിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി ആ മുഴുവൻ സ്റ്റിക്കുകളും സാവധാനം ചലിച്ചു തുടങ്ങിയാണ്. അതൊന്ന് കറങ്ങി തുടങ്ങിയാണ്. നീല് തന്റെ കൈ ഉപയോഗിച്ച് ശരിക്കും ആ സ്റ്റിക്കുകളെ ആ ഗുണ്ടയുടെ ബോഡിയിൽ ഒന്ന് ചലിപ്പിച്ചതും അയാൾ അലറിക്കരയാൻ തുടങ്ങി. അലറിക്കരഞ്ഞുകൊണ്ട് അയാൾ നീലോട് പറഞ്ഞു, ഒരിക്കലും ഞാനിവിടെ വരത്തില്ല. അയാൾ അങ്ങനെ 3 തവണ ആവർത്തിച്ചതും നീല പെട്ടെന്ന് കൈ ഒന്ന് ചലിപ്പിച്ചു. ആ നിമിഷത്തിൽ ആ ബോഡിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്റ്റിക്കുകളും ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ഊരി തെറിച്ച് സമീപത്തുള്ള ചുവര് വന്ന് തറച്ചങ്ങ് നിന്നു. ശരിക്കും ഒരു കോൺക്രീറ്റ് ചുവരാണ് ആ ബിൽഡിങ്ങിനുള്ളത്. പക്ഷെ ആ ചുവര് തുളച്ച് ആ സ്റ്റിക്കുകൾ ഒരു ചിത്രത്തിൽ നിന്ന പോലെ അവിടെ അങ്ങനെ തറച്ചു നിൽക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച ആളുകൾ അമ്പരപ്പോടെ നോക്കുമ്പോൾ ആ ഗുണ്ട താഴേക്ക് വീണ് കഴിഞ്ഞു. അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ശരീരം മുഴുവൻ വേദനിക്കുകയാണ്. വേദന കൊണ്ട് പൊളയുന്ന അയാളെ നോക്കിയിട്ട് നീല് ആ ഗുണ്ടകളോട് പറഞ്ഞു, ഇവനെ എടുത്ത് സ്ഥലം കാലിയാക്ക്. കേൾക്കേണ്ട താമസം അവർ ഓടി വന്ന് ആ ഗുണ്ട എടുത്തുകൊണ്ട് അതിവേഗം അവിടുന്ന് പാഞ്ഞുപോയി. ഇത്രയും നേരം ഒരു ചലച്ചിത്രം കാണുന്ന പോലെ ആ രംഗം കണ്ടു നിൽക്കുകയാണ് അങ്കിൾ വാങ്ങും അതുപോലെ ആ ലേഡിയും. അവർക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചത്. അങ്കിൾ വാങ് ആ ഗുണ്ടകൾ പോയി ദിക്കിലേക്ക് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഈ യങ് മാൻ, താങ്ക് യു അങ്കിൾ വാങ്. അങ്കിൾ എന്നെ മനസ്സിലായില്ലേ? നീലത് ചോദിച്ചതും വാങ്ങിന്റെ ഭാര്യ നീലിന്റെ അടുത്തേക്ക് വന്നു. ഏയ്, നീ നീലല്ലേ? ആന്റിക്ക് എന്നെ മനസ്സിലായല്ലേ? നീലത് പറഞ്ഞതും ആ സ്ത്രീ പെട്ടെന്ന് നീലങ്ങ് കെട്ടിപ്പിടിച്ചു. ഏയ് നീൽ! അവരെങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ കണ്ണിലൂടെ കണ്ണുനിറിങ്ങനെ ഒലിച്ചിറങ്ങിയാണ്. ആ സമയത്ത് തന്നെ അങ്കിൾ വാങ്ങും വന്ന് നീലിനെ കെട്ടിപ്പിടിച്ചു. നീൽ, എത്ര നാളായുടെ മോനെ നിന്നെ കണ്ടിട്ട്? അങ്ങനെ പറഞ്ഞ് അവര് നീലിനെ പിടിച്ച് അവിടെ ഒരു കസേരയിലിരുത്തി. നീലിന്റെ അപ്പുറവും ഇപ്പുറവുമായി അവര് രണ്ടുപേരും ഒങ്ങിയിരുന്നു. നീൽ മോനെ, നീ എവിടെയായിരുന്നു ഇത്ര നാള്? നീ എവിടെ പോയിരുന്നു? നിന്നെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് തിരക്കിപ്പോ അവിടെ നിങ്ങളുടെ കുടുംബം, ഞാൻ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ തിരക്കിയിരുന്നു. നീൽ, നിന്നെ കാണാതായപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ റിവർ സിറ്റിയിൽ നിങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ തിരക്കിയിരുന്നു. പക്ഷെ അവിടെ ആർക്കും നിങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ആരും ഒന്നും പറഞ്ഞില്ല എന്നാണ് സത്യം. നീ എവിടെ പോയി? എന്താ സംഭവിച്ചത്? അതിന് മറുപടിയായി വാങ്ങിന്റെ ഭാര്യ പറഞ്ഞു, എനിക്കറിയാം ഇവൻ മിലിറ്ററി ചേർന്നതാണ്. പിടിച്ചു കയറാൻ ഒരു വാക്ക് കിട്ടിയ ആ സന്തോഷത്തിൽ നീല് അവരോട് പറഞ്ഞു, അതെ, ഞാൻ മിലിറ്ററിയിലായിരുന്നു. 7 വർഷം മിലിറ്ററിയുടെ ഭാഗമായപ്പോൾ 7 വർഷം മിലിറ്ററിയുടെ ഭാഗമായി ഞാൻ ലോകം മുഴുവൻ കറങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. അത് കേട്ടപ്പോൾ ആൻറ്റിക്കും അങ്കിളിന് സന്തോഷമായി. നീൽ, അതെന്തായാലും നന്നായി. മിലിറ്ററിയുടെ ഭാഗമായാൽ അതിൻ്റെ ഒരു വിലയാണ്. നീല് അതിന് മറുപടിയായി അവരോട് പറഞ്ഞു, നോക്ക്, ഇനി നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും മാറേണ്ട കാര്യമൊന്നുമില്ല. നോക്ക്, ഇനി നിങ്ങൾ ആരും ശല്യം ചെയ്യില്ല. ആര് ശല്യം ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാനേ ഞാനുണ്ടാവും. നീലത് പറഞ്ഞപ്പോൾ അങ്കിൾ വാങ്ങും ആൻറ്റിയും ഒരുമിച്ച് നീലോട് പറയുകയാണ്, ഏയ് അത് വേണ്ട. നീ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെയാണ്. അതിനാണ് നിന്നെ മിലിറ്ററിയിൽ എടുത്തിരിക്കുന്നത്. ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ സർക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു സാധാരണക്കാരല്ലേ. നീ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ്. ശരിക്കും ആ അവസ്ഥയെ പോലും അവരുടെ ഡയലോഗിലെ ആ രാജ്യസ്നേഹം നീലിനെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. നീല് പോലും അറിയാതെ അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു പോവുകയാണ്. രാജ്യസ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. നീലിനോട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീല് വളരെ ശ്രദ്ധിച്ചാണ് മറുപടി പറയുന്നത്. അവൻ്റെ കുടുംബത്തെക്കുറിച്ചോ ക്ലൗഡ് ലേക്ക് മാനിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ചോ അവർക്ക് രണ്ടുപേർക്കും വലിയ പിടിയൊന്നും ഇല്ലാന്ന് അവർ സംസാരിക്കുന്ന കേട്ടപ്പോൾ നീലിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം നീല് അവരോട് സൂചിപ്പിച്ചതുമില്ല.
ഈ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ മാത്രമാണ് ഈ അപ്പർ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക. ലോവർ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായും ആ അറിവിൽ നിന്ന് പുറത്തായിരിക്കുകയും ചെയ്യും. നീലിന് അതിപ്പോൾ വ്യക്തമായി മനസ്സിലായി. നേരത്തെ നീല് പരിചയപ്പെട്ട അപ്പർ ക്ലാസ്സിലെ എല്ലാവർക്കും നീലിന്റെ ആ ക്ലൗഡ് ലേക്ക് മാനിൽ നടന്ന സംഭവം നന്നായിട്ട് അറിയാം. പക്ഷെ ഇവര് തെരുവ് കച്ചവടക്കാരാണ്. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അവിടെ നീല് ആ വാങ്ങനോടും ഭാര്യയോടും ഒത്തിരി നേരം സംസാരിച്ചിരുന്ന് ഏകദേശം 9 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് തിരിക്കുന്ന സമയത്ത് അങ്കിൾ വാങ് നീലിനോട് പറഞ്ഞു, നീൽ നാളെ ഞങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. നീൽ നാളെ ആര് വന്നാലും അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അത് കേട്ടത് നീല് പറഞ്ഞു, ഓക്കെ അങ്കിൾ, ഞാൻ എന്തായാലും നാളെ വരാം. നീൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് ഗ്രാൻഡ് അപ്പാർട്ട്മെന്റ്സിലെത്തി. സോന താമസിക്കുന്ന ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിനടുത്ത് നീൽ എത്തുമ്പോഴേക്കും സമയം രാത്രി ഏകദേശം ഒരു 10 മണി ആകാറാവും. അവിടേക്ക് എത്തിയ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് നീലിന്റെ പുറത്ത് പതിച്ചു. നീലിന്റെ പുറത്ത് ലൈറ്റ് പതിച്ച ആ നിമിഷത്തിൽ തന്നെ കാർ ഓടിച്ചിരുന്ന വ്യക്തി ആ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. നീല് കാറിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിലേക്ക് കടക്കാനായി തുടങ്ങിയ ആ നിമിഷത്തിൽ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ വ്യക്തി ഉറക്കെ വിളിച്ചു, മിസ്റ്റർ നീൽ, അവിടെ നിന്നേ. തന്റെ പേര് വിളിക്കുന്ന കേട്ടതും നീൽ തിരിഞ്ഞ് ആ വിളിച്ച ആളെ നോക്കി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു അതിസുന്ദരിയാണ്. അവിടെയുള്ള ആ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രകാശത്തിൽ നീലിന് ആ സുന്ദരിയെ നന്നായി കാണാം. ആ സ്ത്രീ നടന്ന് നീലിന്റെ അടുത്തെത്തി. മിസ്റ്റർ നീൽ ഗ്രീവ്സ്, നിങ്ങളെ കാണാനാ ഞാൻ വന്നത്. മിസ്റ്റർ നീൽ ഗ്രീവ്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പെട്ടെന്ന് നീലിനെ തടുത്തു നിർത്തി ആ ഒരു ചോദ്യം ആ സുന്ദരി ചോദിച്ചപ്പോൾ നീല് ആ സ്ത്രീയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സോനയേക്കാൾ സുന്ദരിയാണ് ആ സ്ത്രീ. പക്ഷേ സോനയാണ് ആ സ്ത്രീയേക്കാൾ സെക്സി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അപ്പർ ഹാൻഡ് സോനയ്ക്കുള്ളൂ. ഈ സ്ത്രീയെ കാണാൻ ശരിക്കും വരച്ചു വെച്ച ഒരു ചിത്രം പോലെയുണ്ട്. അതിസുന്ദരിയായ ആ സ്ത്രീ തന്നെ നോക്കി നിൽക്കുന്ന നീലിനോട് ചോദിച്ചു, മിസ്റ്റർ നീൽ, നിങ്ങളും സോനയും ഒന്നിച്ചാണോ താമസിക്കുന്നത്? അതെ, ഒന്നിച്ചാ താമസിക്കുന്നത്. അല്ല മിസ്റ്റർ നീൽ, സോന വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയല്ലേ? അവൾക്കൊപ്പം അപരിചിതനായ ഒരു യുവാവ് അങ്ങനെ താമസിക്കുന്നത് ശരിയാണോ? തികച്ചും അപ്രതീക്ഷിതമായി ഒരാള് വഴി തടഞ്ഞു നിർത്ത് ആ ശൈലിയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആർക്കായാലും ഒരു ഈർഷ്യ തോന്നും. അതേ ഈർഷ്യ നീലിനും തോന്നിയെന്ന് നീലിന്റെ മറുപടി കേൾക്കുന്ന ആർക്ക് മനസ്സിലാവും. നീൽ ആ സ്ത്രീയോട് പറഞ്ഞു, നോക്ക്, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. ഏയ് നീൽ, ഞാൻ ആരെന്ന് ധരിച്ചിട്ടാ നീ ഈ ഡയലോഗ് പറയുന്നത്? നീ എന്നെ കാണാനായി എന്റെ കമ്പനിയിൽ വന്നിരുന്നു, എന്റെ മാഗ്നിഫിഷൻ ഗ്രൂപ്പിൽ. അവിടെ വന്നിട്ട് എന്നെ കാണാൻ വേണ്ടി നീ ഒരു ഷോയൊക്കെ നടത്തിയിരുന്നു. ഞാൻ അതെല്ലാം അറിഞ്ഞു. ഞാനാണ് സിയ റൂട്ട്സ്. ജിയാങ്നൻ പ്രോവിൻസിൽ എന്നെ അറിയാത്ത ആരുമില്ല. സിയ അവളുടെ പ്രാധാന്യം അതീവ ഭംഗിയായി നീലിനോട് പറഞ്ഞതും നീല് സിയെ ഒന്ന് സ്കാൻ ചെയ്തു. നീല് കണ്ണുകൾ കൊണ്ട് സിയുടെ തല മുതൽ തലോട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒരു ദീർഘ നിശ്വാസം വിട്ടു. അത് കണ്ടപ്പോ സിയയ്ക്ക് ശരിക്കൊരു അമ്പരപ്പ്. ഏയ്, നീ എന്താ ആ ശൈലി പെരുമാറുന്നേ? ഞാനെന്താ കാണാൻ കൊള്ളില്ലേ? അതിന് മറുപടി പറയാതെ നീല് പതുക്കെ തിരിഞ്ഞു നടന്നു. നീല് തിരിഞ്ഞു കിടക്കുന്ന നടന്നതും സിയ ഓടി നീലിന്റെ അടുത്തെത്തി. ഏയ് നീൽ, നിക്കവിടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. നീയും സോനയും ഒരുമിച്ച് കഴിയുന്നത് നിങ്ങൾ പാർട്ട്നേഴ്സ് ആയതുകൊണ്ടാണോ? ആ ചോദ്യം കേട്ടതും നീല് സിയോട് പറഞ്ഞു, നോക്ക്, നിങ്ങള് വ്യക്തിപരമായ ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ആരാ അനുവാദം നൽകിയത്? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല. നിങ്ങള് സിഇഒ, റൂട്ട്സിന്റെ തലവനോ അതല്ല ഈ രാജ്യത്തിന്റെ തലവ് തന്നെ ആയിക്കോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് എന്റെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ല. പിന്നെ ഞാനും സോനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ ഞങ്ങൾ രണ്ടും സുഹൃത്തുക്കളാണ്. എനിക്ക് ഈ റിവർ സിറ്റിയിൽ താമസിക്കാൻ ഒരു സ്ഥലം നൽകിയത് സോനയാണ്. ഇനി അതറിയാൻ വേണ്ടി വീണ്ടും എന്നെ വിളിക്കണ്ട. അത് പറഞ്ഞിട്ട് നീല് അതിവേഗം നടന്ന് ആ അപ്പാർട്ട്മെന്റ്സിലെത്തി. നടന്നു പോകുന്ന നീലിനെ കണ്ടപ്പോൾ സിയയ്ക്ക് സന്തോഷവും അതേസമയം സങ്കടവും ഒരുമിച്ചുണ്ടാവുകയാണ്. സോനയും നീലും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല എന്ന് നീല് പറഞ്ഞപ്പോൾ അവൾക്കൊരു സന്തോഷം തോന്നിയെങ്കിലും റൂട്ട്സ് ഫാമിലിയിലെ ദ ഒൺ ആൻഡ് ഓൺലി സിയ റൂട്ട്സ് അയാളുടെ മുന്നിൽ വന്ന് നിന്നിട്ടും അയാൾ മൈൻഡ് ചെയ്യാതെ പോയതിൽ ഒരു അമർഷം സിയുടെ ഉള്ളിലുണ്ട്. ശരിക്കും സിയുടെ ആ അവസ്ഥ സിക്കൊപ്പമുള്ള ബാക്കി സ്റ്റാഫുകൾ കാണുന്നുണ്ട്. സിയ റൂട്ട്സ് ആരും നോക്കി നിന്നു പോകുന്ന സൗന്ദര്യത്തിന് ഉടമയാണ്. സിയ ആരുടെ മുന്നിലും തല കുനിക്കാറുമില്ല. ആ സിയാണ് ഇപ്പോ വാല് പോയ പട്ടി പോലെ അവിടെ നിന്ന് പരിങ്ങുന്നത്. ഈ സമയത്ത് നീൽ ആ അപ്പാർട്ട്മെന്റ്സിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞു. അകത്ത് കയറി ലൈറ്റ് ഇട്ടപ്പോ അവിടെ അകത്ത് കയറി ലൈറ്റ് ഇട്ട നീല് നേരെ എത്തിയത് സോനയുടെ മുറിയിലേക്കാണ്. സോന അവിടെ ഇല്ല. താഴെ വെച്ച് സിയ
നീലോട് സംസാരിക്കുന്നിടയിൽ അവള് സോനയെ തിരക്കി വന്നതാണെന്നും സോനയെ കണ്ടില്ലെന്നും സോനയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആളെന്ന നിലയിൽ സോനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നീൽ ബാധ്യസ്ഥനാണെന്നൊക്കെ പറഞ്ഞാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മുകളിൽ സോന ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് അവിടെ എത്തിയപ്പോൾ നീലിന് തോന്നിയിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷ മനസ്സിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് നീല് ആ മുറിയിൽ ഒന്ന് നോക്കിയത്. അവിടെ സോനയില്ല. സോനയില്ല എന്ന് മനസ്സിലായതും നീലിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. നീല് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പനേരം നടന്നിട്ട് അവിടെയുള്ള ലാൻഡ് ഫോൺ കയ്യിലെടുത്തു. അതിനുശേഷം അയാളുടെ ഓർമ്മയിലുള്ള ഒരു നമ്പർ ഡയൽ ചെയ്തു. നീല ആ നമ്പർ ഡയൽ ചെയ്ത് അടുത്ത നിമിഷത്തിൽ അങ്ങ് വിദൂരതയിൽ ഒരു സ്ഥലത്ത് ഒരു സോഫയിൽ ചാരിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തിരിക്കുന്ന 2 ഫോണുകളിൽ ഒന്നിൽ ബെല്ലടിച്ചു. ബെല്ലടിക്കുന്ന ഫോണിലേക്ക് നോക്കിയ ആ മനുഷ്യൻ അറിയാതെ ഫോൺ കയ്യിലെടുത്ത് പോവുകയാണ്. ആ ഫോണിലെ നമ്പർ അറിയാവുന്ന ആളുകൾ ആകെ 6 പേരാണ്. ആ 6 പേരും ആ മനുഷ്യന് വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് അയാൾ ചാടി വീണ് ആ ഫോൺ എടുത്തത്. ആ ഫോണിൽ അയാൾ കാണുന്നത് ഒരു ലാൻഡ് ഫോൺ നമ്പറാണ്. അപരിചിതമായ ആ ലാൻഡ് ഫോൺ നമ്പർ കണ്ടപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടിയോ എന്നൊരു സംശയം ആ മനുഷ്യൻ ആദ്യം ഉണ്ടായെങ്കിലും പെട്ടെന്ന് അയാൾ എന്തോ ആലോചിച്ചതുപോലെ ആ കോൾ അറ്റൻഡ് ചെയ്തു. കോൾ കണക്ട് ആയതും മറുഭാഗത്തുനിന്ന് നല്ല മുഴക്കമുള്ള ഒരു ശബ്ദം അയാൾ കേട്ടു. ഇത് ഞാനാണ് എന്നുള്ള ആ ഡയലോഗ് കേട്ടതും ആ മനുഷ്യൻ ആ സോഫയിൽ നിന്ന് ചാടി എണീറ്റ് പോവുകയാണ്. ചാടി എണീറ്റ് അയാളുടെ ബോഡി ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അയാൾ വിറയലൂടെ ആ ഫോണിലൂടെ പറഞ്ഞു, ഹാൾ മാസ്റ്റർ, അങ്ങ് എന്നെ വിളിച്ചു. ഏയ്, എന്നെ ഹാൾ മാസ്റ്റർ എന്ന് വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്തായാലും ആ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നോക്ക്. എനിക്കൊപ്പം സോന സൺ എന്ന ഒരു പെൺകുട്ടിയുണ്ട്. മാഗ്നിഫിഷൻ ഗ്രൂപ്പിലെ മാർക്കറ്റിംഗ് ഹെഡാണ് സോന. അവളിപ്പോ എവിടെയാണ്, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഉടൻ അറിയണം. അങ്ങനെ പറഞ്ഞിട്ട് നീല് ആ ഫോണ് അങ്ങ് വെച്ചു. നീല് ഫോൺ വെച്ച ആ നിമിഷത്തിൽ നീല് ആ ഫോൺ വെച്ചതിന് ശേഷം ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. സോനയെ മാഗ്നിഫിഷൻ ഗ്രൂപ്പ് ഞായറാഴ്ചയായിട്ടും അടിയന്തരമായ ഒരു മീറ്റിംഗിലേക്ക് വിളിച്ചിരുന്നു. രാത്രി 8 മണിയോട് അടുപ്പിച്ചായിരുന്നു ആ മീറ്റിംഗ്. മാർക്കറ്റിംഗ് ഹെഡ് എന്ന നിലയിൽ സോന ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ അവൾ വന്നില്ല. അവളെ ഓഫീസിൽ നിന്ന് പലരും കോണ്ടാക്ട് ചെയ്തു, സിയ ഉൾപ്പെടെ. എന്നിട്ടും അവളെ കിട്ടാതെ വന്നപ്പോഴാണ് സിയ അവളെ തിരക്കി ആ അപ്പാർട്ട്മെന്റ്സിന്റെ അടുത്തെത്തിയത്. അവിടെ എത്തി ആ അപ്പാർട്ട്മെന്റ്സിൽ ബെല്ലടിച്ചിട്ടും സോന തുറക്കാതെ വന്നപ്പോഴാണ് അവൾ തിരിച്ചു വന്ന് കാറിൽ കയറിയത്. കാറിൽ കയറി പോകാനായി വണ്ടി ഓണാക്കിയ ആ നിമിഷത്തിലാണ് അവിടേക്ക് നീൽ എത്തിയത്. ഈ വിവരങ്ങളൊന്നും ശരിക്കും നീലിന് അറിവുള്ളതല്ല. നീല് പക്ഷേ സിയ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. സോനയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് നീൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കൃത്യം 5 മിനിറ്റ് ആയതും നീലിന്റെ വീട്ടിലെ ആ ഫോണ് ശബ്ദിച്ചു. നീല് ഫോൺ എടുത്തതും മറുഭാഗത്തുനിന്ന് ആ മനുഷ്യന്റെ ശബ്ദം കേൾക്കാം. ഹാൾ മാസ്റ്റർ, 11:15 സോനയ്ക്ക് ഒരു കോള് വന്നിരുന്നു. ആ കോളിന്റെ അടിസ്ഥാനത്തിൽ സോന റിവർ സിറ്റിയിലെ മൂൺ ഹോസ്പിറ്റലിൽ എത്തി. മൂൺ ഹോസ്പിറ്റലിൽ സോനയുടെ സഹോദരൻ അത്യാസന്ന നിലയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. സഹോദരന് ഒരു ഓപ്പറേഷൻ വേണം. ആ ഓപ്പറേഷന് ഹോസ്പിറ്റലിൽ ചോദിച്ചത് 7 ലക്ഷമാണ്. സോനയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആകെ ഉള്ളത് 3 ലക്ഷമാണ്. പണം തേക്കാൻ വേണ്ടി അവള് ഹോസ്പിറ്റലിലേക്ക് പോയ ആ കാറ് ഒരാൾക്ക് മറിച്ച് വിറ്റ് 50,000 നേടി. അപ്പോഴും 3 ലക്ഷമേ ആയുള്ളൂ. 7 ലക്ഷം ആയാലേ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് മനസ്സിലാക്കിയ സോന 2 ആളുകളെ വിളിച്ചു. 2 പേരും മണി ലെൻഡേഴ്സ് ആണ്, ബ്ലേഡിന് പണം കൊടുക്കുന്നവർ. അവരിൽ നിന്ന് പണം സോനയ്ക്ക് കിട്ടിയില്ല. ഇതാണ് അവസ്ഥ. അത് കേട്ടതും നീല് ആ മനുഷ്യരോട് പറഞ്ഞു, സോനയ്ക്ക് ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളുക, ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നീല് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് നീല് വേഗം കോട്ട് എടുത്തിട്ട് അതിവേഗം ആ വാതിലടച്ച് പുറത്തിറങ്ങി. നീൽ അവിടെ നിന്ന് താഴോട്ടിറങ്ങി റോഡിലേക്ക് നടക്കുമ്പോൾ നീൽ ആലോചിച്ചതും നീലോട് ഇപ്പൊ സംസാരിച്ച വ്യക്തിയെ കുറിച്ചാണ്. ഹാൾ മാസ്റ്റർ എന്ന് പറയരുതെന്ന് നീൽ പറഞ്ഞിട്ടും ഇപ്പൊ വിളിച്ചപ്പോഴും അയാൾ ഹാൾ മാസ്റ്റർ എന്ന് പറഞ്ഞു തന്നെയാണ് നീലിനെ വിളിച്ചത്. അതിനെക്കുറിച്ച് ഇനി എപ്പോഴെങ്കിലും അയാളെ കാണുമ്പോൾ ചോദിക്കണം. അങ്ങനെ ധരിച്ചുകൊണ്ട് നീല് അതിവേഗം വാഹനം കിട്ടുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് ആ മൂൺ ഹോസ്പിറ്റലിൽ സോന ആ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്തായി അവളുടെ പിതാവുണ്ട്. സോനയുടെ അടുത്ത് നിൽക്കുന്ന യാനിക്ക് സോനയോട് പറഞ്ഞു, സോന മോളെ, നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? അച്ഛാ, ഞാനും അതാ ആലോചിക്കുന്നത്. ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാ ആളുകളെയും വിളിച്ചു, പക്ഷേ ആരും സഹായിക്കുന്നില്ല. സോന സഹായത്തിന് വേണ്ടി 2 ആളുകളെ ഫോൺ വിളിച്ചു എന്നുള്ള കാര്യം നീലിനോട് ആ അപരിചിതനായ വ്യക്തി പറഞ്ഞ നിമിഷത്തിൽ നീൽ ആലോചിച്ചതും അതാണ്. അവൾ ആ ആളുകളേക്ക് വിളിച്ച സമയത്ത് എന്തുകൊണ്ട് നീലിനെ കോണ്ടാക്ട് ചെയ്തില്ല എന്ന്, നീലിനെ തന്നെ സഹായിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ശരിക്കും സോനയ്ക്ക് അറിവുള്ളതല്ല. അതുകൊണ്ടാണ് നീലിനെ അവൾ വിളിക്കാത്തത്. നീല് അവളുടെ മനസ്സിലേക്ക് ആ സഹായം നൽകാൻ കഴിയുന്ന വ്യക്തിയായി കടന്ന് വന്നിട്ടേയില്ല. സോനയും
അവളുടെ പിതാവ് യാനിക്കും അകത്ത് കിടക്കുന്ന ആ സോനയുടെ അനുജൻ ഹാസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് 3-4 ആളുകൾ വന്നു. ആ വരുന്ന ആളുകളെ കണ്ടതും യാനിക്കിന് ശരിക്കും സന്തോഷമായി. അയാളുടെ അനുജനും ഭാര്യയും അവരുടെ മകളുമാണ് വരുന്നത്. ആ 3 പേരും അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടതും യാനിക്ക് മുന്നോട്ടോടി അവരുടെ അടുത്തെത്തി. യുവാൻ, നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. തന്റെ ചേട്ടന്റെ ആ ഡയലോഗ് കേട്ടതും യുവാൻ ചിരിച്ചുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാ വിവരം അറിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ചേട്ടന്റെ മകൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും അയാൾക്ക് ഒരു ഓപ്പറേഷൻ അനിവാര്യമാണെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് അവരെത്തിയിരിക്കുന്നത്. ശരിക്കും അവരെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിൽ അവരോടൊപ്പം നിന്ന് ഒരു സഹതാപം പങ്കിട്ടതിന് ശേഷം പണമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ വേണ്ടിയാണ്. ആ 3 പേരും ശരിക്കും ചർച്ച ചെയ്തൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ആ പ്ലാന് പെട്ടെന്ന് തകരുന്ന ഒരു രംഗം ഉണ്ടായി. യുവാന്റെ ഭാര്യ ആ ഇന്റൻസീവ് കെയർ യൂണിറ്റിന് അടുത്ത് നിൽക്കുന്ന സോനയെ കണ്ട ആ നിമിഷത്തിലാണ് അതുണ്ടായത്. സോനയെ കണ്ടതും അവരുടെ കണ്ണുകൾ ഇങ്ങനെ തള്ളി വരികയാണ്. സോനയെ അവർ 7-8 വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടിട്ടുള്ളത്. അന്ന് സോന സ്കൂളിൽ പഠിക്കുകയാണ്. ആദ്യം തടി ബിസിനസ്, അതുവഴി കൺസ്ട്രക്ഷൻ ബിസിനസ്, ഈ 2 മേഖലകളിലൂടെ ഒത്തിരിയേറെ കാശ് ഈ യുവാന്റെ കുടുംബത്തിന് ഉണ്ടായപ്പോൾ അവർ ഈ സൺ കുടുംബത്തിലേക്ക് ചെല്ലാതായി. യാനിക്കിന്റെയും കുടുംബത്തിന്റെയും കാര്യം അവർ ശരിക്കും മറന്നു പോയിരുന്നു എന്നതാണ് സത്യം. അഥവാ ഓർത്താൽ തന്നെ അവര് മൈൻഡ് ചെയ്യില്ലായിരുന്നു. അവർക്ക് പണമായി കഴിഞ്ഞപ്പോൾ പണമില്ലാത്ത സഹോദരങ്ങൾ എന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ശൈലിയിലേക്ക് അവരെത്തിയതാണ്. ഇപ്പോൾ ആ IC യൂണിറ്റിന് മുന്നിലെ ട്യൂബ് ലൈറ്റിന്റെ താഴെ IC യൂണിറ്റിലേക്ക് നോക്കി നിൽക്കുന്ന സോനയെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു വരികയാണ്. അവര് ശരിക്കും ഒരു അത്ഭുതം കാണുകയാണ്. അതിസുന്ദരിയായ ഒരു യുവതിയായി സോന മാറിയിരിക്കുന്നു. അത് കണ്ടതും ആ യുവതി യാനിക്കിനോട് പറഞ്ഞു, ചേട്ടാ, നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും മകനല്ലേ. യുവാന്റെ ഭാര്യ പറഞ്ഞ ആ ഡയലോഗ് സ്വാഭാവികമായിട്ടും യുവാന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. യുവാൻ യാനിക്ക് കാണാതെ അയാളുടെ ഭാര്യയെ നോക്കിയതും അയാളുടെ ഭാര്യ കണ്ടുകൊണ്ട് ആ IC യൂണിറ്റിന് മുന്നിൽ നിൽക്കുന്ന സോനയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് അയാളും ആ കാഴ്ച കണ്ടത്. ഒരു അടിപൊളി സുന്ദരിയായി സോന അവിടെ നിൽക്കുകയാണ്. അവൾ യഥാർത്ഥത്തിൽ ഈ ടീമിനെ ശ്രദ്ധിക്കാതെ കണ്ണാടിയിലൂടെ അവളുടെ അനുജൻ കിടക്കുന്ന ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ 4-അംഗ സേന നടന്ന് അവളുടെ അടുത്തെത്തി. അവരവിടെ എത്തിയപ്പോഴാണ് ശരിക്കും സോന അവരുടെ നേരെ തിരിയുന്നത്. സോനയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. അത് കണ്ടതും യുവാന്റെ ഭാര്യ സോനയോട് പറഞ്ഞു, ഹേയ് സോന, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിന്റെ സ്വന്തം ആളുകളിലെ ഞങ്ങൾ, നിന്റെ അച്ഛന്റെ സ്വന്തം അനുജനല്ലേ ഈ നിൽക്കുന്നത്? ഞാൻ നിന്റെ ആന്റിയല്ലേ? ഇത് നിന്റെ ഇളയ പെങ്ങളല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ അനുജന് ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കൂ? ഒരാളും തങ്ങളെ സഹായിക്കാനില്ല എന്ന് കരുതി വിഷമിച്ച് നിൽക്കുന്ന സോനയ്ക്കും സോനയുടെ പിതാവിനും ശരിക്കും ആ വാക്കുകൾ വല്ലാത്തൊരു ഊർജ്ജമാണ് നൽകിയത്. അവളുടെ ആന്റി പറഞ്ഞ ആ ഡയലോഗ് കേട്ടതും അവളുടെ അച്ഛൻ്റെ അനുജൻ യുവാൻ സോനയോട് പറഞ്ഞു, സോന, നിനക്ക് ഈ കാര്യം നേരത്തെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു? അങ്ങനെയെങ്കിൽ എപ്പോഴേ നിന്റെ അനുജന്റെ ഓപ്പറേഷൻ കഴിഞ്ഞനെ? എൻ്റെ ഒരു വാക്ക് പോലെയായിരുന്നോ ഈ ഓപ്പറേഷൻ നടത്താൻ? ഞാനിങ്ങോട്ട് വരേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങോട്ട് വരും, അത് വേറൊരു കാര്യം. യുവാൻ അത് പറഞ്ഞപ്പോൾ താൻ സ്വപ്നം കാണുകയാണോ എന്നൊരു തോന്നലാണ് സോനയ്ക്കുണ്ടായത്. സോന എന്തായാലും അവരോട് പറഞ്ഞു, അങ്കിൾ താങ്ക് യു. സോന, നമ്മൾ ബന്ധുക്കൾ തമ്മിൽ എന്തിനാ താങ്ക്സ് പറയുന്നത്? അങ്ങനെ പറഞ്ഞ ആന്റി അവളോട് പറഞ്ഞു, സോന, നീ ശരിക്കും ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ്. അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, നീ തെറ്റിദ്ധരിക്കരുത്. നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ആന്റി എന്തായി ചോദിക്കുന്നത്? ബോയ് ഫ്രണ്ട്സിന്റെ പുറകെ നടക്കാൻ എനിക്ക് എവിടെയാ സമയം? എങ്ങനെയും ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആന്റിക്ക് അറിയാമല്ലോ, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കോളേജ് പഠനം അവസാനിപ്പിക്കില്ലെന്ന്. ശരിക്കും അവൾ പഠിച്ചിരുന്ന സ്കൂളിലും അവൾ അണ്ടർ ഗ്രാജുവേഷൻ നേടിയ സ്ഥാപനത്തിലും അവളായിരുന്നു ടോപ്പർ. പക്ഷെ തുടർ പഠനത്തിന് ആവശ്യമായ പണമില്ലാത്തതുകൊണ്ട് അവൾ ആ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാത്തതാണ്. ആ കാര്യം ഈ ആന്റിക്ക് അറിയാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആന്റി അവളോട് പറഞ്ഞു, മോളെ, പണമില്ല എന്ന കാരണത്താൽ ആഗ്രഹങ്ങൾ ബാലൻസ് വെക്കരുത്. നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ പഠിക്കുക തന്നെ വേണം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അതിന് പണം വേണം. നിനക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ഞാനൊരു ഐഡിയ പറയാം. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ലീ ആണ് കക്ഷി. അവനാള് അടിപൊളിയാണ് കേട്ടോ. അവനെ ഒരു പെൺകുട്ടിയെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നീ അവന് യോജിക്കുമെന്നാണ്. കൺസ്ട്രക്ഷൻ മേഖലകളുടെ എല്ലാ റെഗുലേഷനും ഒരു ബോഡിയുമായി കണക്റ്റഡ് ആണ്. ആ ബോഡിയെ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ മകനാണ് ഈ ലീ എന്ന് വിളിക്കപ്പെട്ട ആള്. ആ ലീയെ
സോനയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് എന്ന് ആ നിമിഷത്ത് തന്നെ സോനയ്ക്കും അവരുടെ പിതാവിനും മനസ്സിലായി. തങ്ങളെ വെറുതെ സഹായിക്കാനായി അവരെത്തിയതല്ല. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന യുവാന് പലപ്പോഴും ഈ റെഗുലേറ്ററുടെ അനുവാദം വേണ്ടി വരും. ആ റെഗുലേറ്റർ തൻ്റെ ബന്ധു കൂടിയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. അതിനുവേണ്ടിയാണ് സോനയെ ആ ചെറുപ്പക്കാരനെ കൊണ്ട് കെട്ടിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ഒരു അടിപൊളി സംഭവമാണെങ്കിൽ സ്വന്തം മകളെയാണ് യുവാൻ കെട്ടിച്ചു കൊടുക്കേണ്ടത്. മകളെ ഒഴിവാക്കിയിട്ട് ചേട്ടന്റെ മോളെ ആലോചിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. പെട്ടെന്ന് സോനയ്ക്കും സോനയുടെ പിതാവിനും അങ്ങനെ തോന്നുകയും ചെയ്തു. അത് മനസ്സിൽ തോന്നിയതും യാനിക്ക് യുവാനോട് ചോദിച്ചു, യുവാൻ, സോനയെ അയാൾക്ക് ആലോചിക്കുന്നതിന് പകരം നിന്റെ മകളെ അയാൾക്ക് ആലോചിച്ച പോരെ? യാനിക്കിന്റെ ചോദ്യം ശരിക്കും ഡയറക്റ്റാണ്. യാനിക്ക് ആ ചോദ്യം ചോദിച്ചതും ദേഷ്യം കൊണ്ട് ചുവന്ന യാരിമ ഉറക്കെ അവരോട് പറഞ്ഞു, ആ വിഡ്ഢിയെ ഞാൻ കള്ളം കഴിക്കാനോ? ഒരു മണം ഗുണോ ഇല്ലാത്ത അവനെ കള്ളം കഴിക്കുന്നേക്കാൾ പോയി തൂങ്ങിച്ചത്തൂടെ? ആ പെങ്കൊച്ച് തികച്ചും അപ്രതീക്ഷിതമായി അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോ സോനയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് ശരി, ഒരു മണവും ഗുണവും ഇല്ലാത്ത ഒരു വിഡ്ഢിയെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു നിങ്ങളുടെ പരിപാടിയല്ലേ? സോന അത് പറഞ്ഞതും യാനിക്ക് അയാളുടെ സഹോദരനോട് പറഞ്ഞു, യുവാൻ, നീ ഞങ്ങളെ സഹായിച്ചില്ല എന്ന് വെച്ച് ഞങ്ങൾക്ക് ഒരു വിരോധമൊന്നുമില്ല. പക്ഷെ ഈ ചതി അത് വേണ്ട കേട്ടോ. ചേട്ടൻ തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു എന്ന് യുവാന് മനസ്സിലായെങ്കിലും യുവാൻ അത് സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നില്ല. അയാള് യാനിക്കിനോട് പറഞ്ഞു, ചേട്ടൻ എന്താ ഈ പറയുന്നത്? ലീ ശരിക്കും അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ മകൾക്ക് അവനെ ഇഷ്ടമല്ല എന്ന് കരുതി സോനയ്ക്ക് അവനെ ഇഷ്ടപ്പെടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവനെപ്പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വളർച്ച പിന്നെ ഇതാന്ന് പറയുന്ന വേഗത്തിലായിരിക്കും. അങ്ങനെ യുവാൻ പറഞ്ഞതും സോന അവളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കി. എങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കാം. എനിക്ക് അങ്ങ് കൊണ്ടുവന്ന ഈ ആലോചനയിൽ ഒരു താല്പര്യമില്ല. അങ്ങ് സ്ഥലം കാലിയാക്കാൻ നോക്കുക. ഇത് പറയാനായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നതെങ്കിൽ ഇനി നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല. നിങ്ങൾ മൂന്നുപേരും വേഗം സ്ഥലം വിടുക. വളരെ വ്യക്തമായിട്ട് സോന ആ മൂന്നുപേരെ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് മറുപടിയായി അവളുടെ ആന്റി പറഞ്ഞു, സോന, നിന്റെ ഈ അഹങ്കാരം അത് നല്ലതല്ല. ഈ ഹോസ്പിറ്റലിൽ 7 ലക്ഷം അടച്ചാലേ ഓപ്പറേഷൻ നടക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. നീ ഇനി എങ്ങനെ ആ പണം ഉണ്ടാക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. നിന്റെ അനുജൻ ഇവിടെ കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ. അങ്ങനെ ആ ആന്റി പറഞ്ഞതും ആ കോറിഡോറിന് അറ്റത്തുനിന്ന് ഒരു ശബ്ദം, അങ്ങനെ പ്രവചിക്കാൻ നിങ്ങൾ ആരാണ്? ആ ശബ്ദം വല്ലാത്തൊരു ഞെട്ടലൂടെ കേട്ടത് സാക്ഷാൽ സോനയാണ്. അവർക്ക് ആ ശബ്ദത്തിന്റെ ഉടമയെ അറിയാം. സാക്ഷാൽ നീലിന്റെ ശബ്ദമാണ് അവൾ കേട്ടത്. നീല് അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവരെല്ലാവരും നീലിനെ തന്നെ അമരം നോക്കുകയാണ്. ഒരു സാധാരണ ഷർട്ടും പാൻസും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ കാണാനൊക്കെ കൊള്ളാവുന്ന ചെറുപ്പക്കാരനാണ്. അവൻ നടന്ന് സോനയുടെ അടുത്തേക്ക് വരുമ്പോൾ സോന അമ്പരപ്പോടെ നീലിനെ നോക്കുമ്പോൾ നീല് സോനയുടെ ഇടുപ്പിക്കൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം നീല് എല്ലാവരോടായി പറഞ്ഞു, ഇത് എൻ്റെ ഗേൾഫ്രണ്ട് സോന. ഇവളെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഇവളെക്കുറിച്ചുള്ള ഡയലോഗുകൾ പറയുമ്പോൾ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞിട്ട് നീല് സോനയോട് പറഞ്ഞു, സോന, നിന്റെ സഹോദരന്റെ ഓപ്പറേഷന് വേണ്ട 7 ലക്ഷം ഞാൻ അവിടെ കൗണ്ടറിൽ അടച്ചിട്ടുണ്ട്. അതുകൂടെ കേട്ടതും ശരിക്കും ആ യുവാന്റെയും ഭാര്യയുടെയും മകൾ യാരിമയുടെയും കിളി പോയതുപോലെയായി. അതിനേക്കാളേറെ ഞെട്ടൽ സോനയ്ക്കും സോനയുടെ പിതാവിനും ഉണ്ട്. സോനയുടെ പിതാവ് ആകെ അമ്പരം നിൽക്കുകയാണ്. ഇതുപോലൊരു ബോയ് ഫ്രണ്ട് സോനയ്ക്ക് ഉള്ള കാര്യം സോന ഇതുവരെയും അയാളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അയാളാകെ ഞെട്ടി നിൽക്കുന്നത്. അമ്പരം നിൽക്കുന്ന സോനയോടായി നീല് പറഞ്ഞു, സോന, ഞാൻ ഇത്രയൊക്കെ ചെയ്തപ്പോ നീ മിനിമം എനിക്കൊരു കിസ്സെങ്കിലും തരുമെന്ന് ഞാൻ ധരിച്ചത്. നീല് തന്റെ ഗേൾഫ്രണ്ടാണ് സോന എന്നൊരു തോന്നൽ ആ ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ആ ഡയലോഗ് പറഞ്ഞത്. പക്ഷെ ആ നിമിഷത്തിൽ പെട്ടെന്ന് സോന തല ഉയർത്തി നീലിന്റെ കവിളിൽ എങ്ങ് ചുംബിച്ചു. പരസ്യമായിട്ട് അവളുടെ അച്ഛൻ കണ്ടുകൊണ്ട് നിൽക്കേ അവളുടെ ബോയ് ഫ്രണ്ടിനെ ചുംബിച്ചപ്പോൾ ശരിക്കും എല്ലാവരും ഒന്ന് സ്തംഭിച്ചു പോയി. ശരിക്കും ആ നിമിഷത്തിൽ കൂടുതൽ ഞെട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നീലാണ്. നീലൊരു തമാശയ്ക്ക് ആ ഡയലോഗ് പറഞ്ഞതാണ്. നീലും സോനയും തമ്മിൽ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ അവരുടെ ആ ഡയലോഗ് പ്രസന്റേഷൻ അങ്ങനെയാണ്. രണ്ടുപേരും പരസ്പരം മുള്ളുവെച്ച് ഡയലോഗുകൾ പറയും. പക്ഷെ അവള് പരസ്യമായി തന്നെ അങ്ങനെ ചുംബിക്കുമെന്ന് നീല് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ശരിക്കും സോനയും അത് കരുതിയിരുന്നില്ല. ചുംബിച്ചു കഴിഞ്ഞപ്പോഴാണ് അവളും അത് ആലോചിച്ചത്. അവളുടെ മുഖത്ത് ഒരു ചമ്മൽ ഇങ്ങനെ കടന്നു വരികയാണ്. പക്ഷെ ഈ സമയത്ത് യാരിമയും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ നീലിനെ ഇങ്ങനെ ഒന്ന് അളക്കുകയാണ്. അവരെ കണ്ടിട്ട് ഈ പണമടയ്ക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരാളായി തോന്നുന്നില്ല. ഒരു സാധാരണ ഷർട്ടും പാൻസും ധരിച്ച ഒരു സാധാരണ ചെരുപ്പ് ധരിച്ച കക്ഷിയാണ്. ഇവൻ വിചാരിച്ചാൽ 7 ലക്ഷം ബില്ലൊക്കെ അടയ്ക്കാൻ പറ്റൂ.
7 ലക്ഷം ബില്ല് വളരെ ഉയർന്ന തുകയാണ്. സോനയുടെ സമ്പാദ്യം ആകെ 3 ലക്ഷമാണ്. ആ സമ്പാദ്യം തന്നെ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവളുടെ വിവാഹത്തിന് വേണ്ടിയാണ്. വളരെ പാടുപെട്ടാണ് അവൾ അത്രയും സമ്പാദിച്ചത്. അവളുടെ സമ്പാദ്യത്തിന് ഒരു ഭാഗം കൊടുത്താണ് അവൾ ഓൾസ് വാഗന്റെ ആ ബീറ്റിൽ കാർ വാങ്ങിച്ചത്. ആ കാർ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു. ആ കാര്യമൊക്കെ അവളുടെ അങ്കിളും ആന്റിക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവര് അമ്പരപ്പോടെ നീലിനെ പിന്നെ നോക്കുകയാണ്. സോനയുടെ ആ ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ പിന്നെ എന്തിന് സോന അവളുടെ കാറ് വിറ്റു? ആ ഒരു ചോദ്യം ആ സ്ത്രീയുടെ മനസ്സിലേക്ക് വന്നതും ആ സ്ത്രീ നീലിനോട് ചോദിച്ചു, ഏയ് നീ പണമടച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന്റെ റെസിപ്റ്റ് എവിടെ? അവരാ റെസിപ്റ്റ് ചോദിച്ചപ്പോഴാണ് നീലും ശരിക്കും അത് ആലോചിക്കുന്നത്. നീല് ചുമ്മാ അങ്ങ് പറഞ്ഞതാണ് ബില്ലടച്ചെന്ന്. ശരിക്കും നീല് ആ ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ മുകളിലേക്ക് ഓടി കയറിയായിരുന്നു. നീല് അവരുടെ ചോദ്യം കേട്ടെങ്കിലും അതിന് മറുപടി കൊടുക്കാതെ സോനയോടായി പറഞ്ഞു, സോന, മിറാക്കിൾ ഡോക്ടർ നീലും സ്ഥലത്തുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ആ ഡയലോഗ് കേട്ടതും സോന അറിയാതെ ചിരിച്ചുപോയി. മിറാക്കിൾ ഡോക്ടർ നീലെന്ന് നീല് പറഞ്ഞത് സാക്ഷാൽ നീലിനെ തന്നെയാണെന്ന് അവക്കറിയാം. ഈ വന്നിരിക്കുന്ന ആളുടെ പേര് നീലാണെന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന വേറെ ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവര് വിചാരിച്ചത് നീൽ എന്ന് പേരുള്ള ഒരു മിറാക്കിൾ ഡോക്ടർ, ഒരു മാന്ത്രിക ഡോക്ടർ അവിടേക്ക് വരുമെന്നാണ്. അങ്ങനെ അവർക്ക് തോന്നിയ നിമിഷത്തിലാണ് 2 ഡോക്ടർമാർ ദൂരെന്ന് അവിടേക്ക് നടന്നു വരുന്നത് കണ്ടത്. നല്ല പ്രായമുള്ള ഒരു ഡോക്ടറും അത്ര പ്രായമില്ലാത്ത ഒരു ഡോക്ടറും ഒന്നിച്ച് അവിടേക്ക് നടന്നു വരികയാണ്. ആ ആളുകൾ അവരുടെ അടുത്തെത്തിയതും യാരിമയുടെ അമ്മ അവരെ തടഞ്ഞു നിർത്തി അവരോടായി ചോദിച്ചു, നോക്ക്, ഈ ICU യൂണിറ്റിൽ കിടക്കുന്ന ഹാസിൻ കൗണ്ടറിൽ പണമടച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? തങ്ങളെ തടഞ്ഞു നിർത്തിയ ഒരു സ്ത്രീ ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ഡോക്ടർമാരിൽ കണ്ണട വെച്ച ആള് ആ സ്ത്രീയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ ആ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടറാണ്. അയാളുടെ കൂടെ ഉള്ളത് മിറാക്കിൾ ഡോക്ടർ ക്യൂ ആണ്. ഈ റിവർ സിറ്റിയിലും യാങ്മൺ പ്രൊവിൻസിലും എല്ലാവരും അറിയുന്ന ആ മിറാക്കിൾ ഡോക്ടറെ അവിടെ ആ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അയാൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തിച്ചത്. ആ മിറാക്കിൾ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് അയാളെ തടുത്ത് നിർത്തി ഏതോ ഒരു പേഷ്യന്റിന്റെ ബില്ല് ചോദിച്ചപ്പോൾ ആ കണ്ണട ഡോക്ടർക്ക് അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അയാള് ആ സ്ത്രീയോട് ചോദിച്ചു, ഏയ് നിങ്ങൾ ആരോടെന്ന് വിചാരിച്ചാ ഈ സംസാരിക്കുന്നത്? അതിന് മറുപടിയായി യാരിമയുടെ അമ്മ പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഒരു കോട്ട് വിട്ട് നടന്നോളും, കണ്ടാ വിചാരിക്കും ഡോക്ടറാണെന്ന്. ആ സ്ത്രീ ആ ഡയലോഗൂടെ പറഞ്ഞപ്പോൾ ആ കണ്ണട വെച്ച ആളുടെ അടുത്ത് നിൽക്കുന്ന ആ മിറാക്കിൾ ഡോക്ടർ ക്യൂ ആ സ്ത്രീ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അയാളുടെ കണ്ണുകൾ ആ ICU യൂണിറ്റിന്റെ അടുത്ത് നിൽക്കുന്ന സോനയിലേക്കും സോനയുടെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരിലും പതിയുന്നത്. ആ ചെറുപ്പക്കാരനിൽ അയാളുടെ കണ്ണ് പതിഞ്ഞതും അയാൾ ബാക്കി ആളുകളേക്ക് വകഞ്ഞു മാറ്റി നീലിന് നേരെ നടന്നു തുടങ്ങി. മിറാക്കിൾ ഡോക്ടർ എന്ന് വിളിക്കപ്പെട്ട ആ ഡോക്ടർ അതിവേഗം ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് സോനയും നീലും നിൽക്കുന്ന ഭാഗത്തെത്തി. അവിടെ എത്തിയ ആ വ്യക്തി നീലിനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മിറാക്കിൾ ഡോക്ടർ നീൽ, അങ്ങക്ക് എൻ്റെ വണക്കം. മിറാക്കിൾ ഡോക്ടർ നീൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രായമുള്ള മനുഷ്യൻ അങ്ങനെ കൈകൂപ്പിയപ്പോൾ ഈ യാരിമ പെട്ടെന്ന് ആ കാര്യം ഓർത്തെടുത്തു. അവൾ ഓടി നീലിന്റെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ചോദിച്ചു, അത് ശരി, നീയാണല്ലേ മിറാക്കിൾ ഡോക്ടർ നീൽ? നേരത്തെ ഒരു മിറാക്കിൾ ഡോക്ടർ നീൽ വരുമെന്ന് നീ പറഞ്ഞപ്പോൾ അത് നീയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൾ തിരിഞ്ഞ് അവളുടെ അമ്മയെ അച്ഛനെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, അച്ഛാ മനസ്സിലായില്ലേ, ഇതൊക്കെ നാടകമാണ്. ഇവള് ഒരു സംഭവമാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ സഹായിക്കാനായി ദാ കോട്ടൊക്കെ ഇട്ട് ഡോക്ടർമാരുടെ രൂപത്തിൽ 2 ആളുകളെ ഇറക്കിയിരിക്കുന്നു. യാരിമ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അവളുടെ അമ്മയ്ക്ക് ശരിക്കും മനസ്സിലായി. അവൾ ഉടൻ മുന്നോട്ടെത്തി, ഹേയ് സോന, നീ എന്നാണ് ഈ നാടകത്തിൽ ചേർന്നത്? കൊള്ളാമല്ലോ, ഒരു നാടകം കളിക്കാൻ കേട്ട സ്റ്റേജ്, കൊള്ളാടി കൊള്ളാം, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. നാടകം കളിക്കാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് നീ നാടകം കളിക്കുന്നത്. സ്വന്തം അനുജൻ മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും നിനക്ക് മാന്യമായിട്ട് പെരുമാറിക്കൂടെ? നാടകം കളിക്കുന്നു, കോട്ടയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ആളെ ഇറക്കിയിരിക്കല്ലേ? നീ ആരെ പറ്റിക്കാനാണ് ഈ വേലയെ കാണിക്കുന്നത്? ഞങ്ങളെ പറ്റിക്കാനാണോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ നിനക്ക് കിട്ടത്തില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എന്തെങ്കിലും ഈടാക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ആ സ്ത്രീ ശരിക്കും ജ്വലിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ മിറാക്കിൾ ഡോക്ടർ ക്യൂ തിരിഞ്ഞ് ആ സ്ത്രീയെ നോക്കി അവരോട് ചോദിച്ചു, ഞാൻ ആരെന്ന് കരുതിയിട്ടാ നിങ്ങൾ ഈ ഡയലോഗ് പറയുന്നത്? ആ മിറാക്കിൾ ഡോക്ടർ ക്യൂവും ആ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ കൂടിയായ ആ കണ്ണട വെച്ച ഡോക്ടറും അഭിനേതാക്കളാണെന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ അത് ശരിക്കും അമ്പരപ്പോടെയാണ് ആ കണ്ണട വെച്ച ഡോക്ടർ കേൾക്കുന്നത്. അയാൾ വളരെ പാടുപെട്ട് ഒത്തിരി ശ്രമിച്ചതിന് ശേഷമാണ് ആ ഹോസ്പിറ്റലിൽ ആ മിറാക്കിൾ ഡോക്ടറെ എത്തിച്ചത്. പക്ഷെ ആ മിറാക്കിൾ ഡോക്ടറെയാണ് ഇവിടെ ഇതാ ഒരു സ്ത്രീയും മകളും ചേർന്ന് അപമാനിക്കുന്നത്. അയാള്
അത് മനസ്സിലേക്ക് വന്നതും അയാളും ആ മിറാക്കിൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയെത്തി. ആ സമയത്ത് യാരിമ അവർക്കിടയിലേക്ക് കയറിയിട്ട് ആ മിറാക്കിൾ ഡോക്ടറോട് പറഞ്ഞു, കളവാ, ഇവിടെ തന്റെ ഈ അഭിനയൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ ബന്ധുക്കൾക്ക് കാര്യങ്ങൾ തീർക്കാൻ അറിയാം. കളവാ, മാറി നിൽക്ക്. വീണ്ടും അയാളുടെ പ്രായത്തെ കളിയാക്കിക്കൊണ്ട് ആ ഡയലോഗ് യാരിമ പറഞ്ഞതും ആ മിറാക്കിൾ ഡോക്ടർ കൈ നിവർത്തി ഒരൊറ്റയാടി. പടക്കം പൊട്ടും പോലെ യാരിമയുടെ കവിളിൽ ആ കൈ പതിച്ചു. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മിറാക്കിൾ ഡോക്ടർ ക്യൂ അങ്ങനെ അടിക്കുമെന്ന്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ശരിക്കും ആ അടി പൊട്ടിയത്. അടിയേറ്റ് യാരിമ 1-2 വട്ടം കറങ്ങി എന്ന് പറയാം. ശരിക്കും അവളുടെ അമ്മയുടെ പുറത്തിടിച്ച ഒന്ന് നിന്നത്. അവളെ നേരെ പിടിച്ചു നിർത്തിയ യാരിമയുടെ മാതാവ് തിരിഞ്ഞ് അവളുടെ ഹസ്ബൻഡ് നോക്കി, നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഇത് അനുവദിക്കാൻ പറ്റുമോ? നമ്മുടെ മകളെ നമ്മുടെ മുന്നിലിട്ട് ഒരാൾ തല്ലുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ? അങ്ങനെ ആ സ്ത്രീ ചോദിച്ചതും യുവാൻ അവിടെ അടുത്തേക്ക് വന്നു. യുവാൻ ആ മിറാക്കിൾ ഡോക്ടർ ക്യൂവിനെ കണ്ണുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അയാളോടായി പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് ഒത്തിരി പ്രായമുണ്ട്. നിങ്ങളെ ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഞാനത് ചെയ്യാത്തത്. നിങ്ങളുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ഞാൻ ഒരു ഇളവ് നൽകാം. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി 10 പ്രാവശ്യം തറയിൽ തല കുമ്പിട്ട് തൊട്ടതിന് ശേഷം എൻ്റെ മകളോട് മാപ്പ് പറ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ തടി രക്ഷിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. അതുകൂടെ കേട്ടപ്പോൾ നമ്മുടെ കണ്ണാടി വെച്ച ഡോക്ടറുടെ കിളി പോയതുപോലെയായി. അയാള് എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. മിറാക്കിൾ ഡോക്ടർ ക്യൂ ഈ സമയത്ത് അറിയാതെ നീലിനും നോക്കി. നീലിന്റെ മുഖത്ത് ഒരു കൗതുകം കയറുന്ന പുഞ്ചിരിയുണ്ട്. നീലുമായി ഹാരിയുടെ വീട്ടിൽ വെച്ച് ഈ മിറാക്കിൾ ഡോക്ടർ ഒന്ന് ഉരസിയിട്ടുണ്ട്. അന്ന് ഹാരി മരണത്തിന്റെ തൊട്ടു മുന്നിലായിരുന്നു. അവിടെ നിന്നാണ് ഹാരിയെ നീല് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ആ കാര്യം അയാളുടെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്തപ്പോൾ അവർക്കെല്ലാവർക്കും നീലിനെ കുറിച്ച് പറയാൻ 100 നാവായിരുന്നു. ഹക്സിയിൽ ഈ ശൈലിയിൽ ഒരു മിറാക്കിൾ ഡോക്ടർ അപൂർവമായി മാത്രം ഉണ്ടാകുന്നതാണ്. ആ മിറാക്കിൾ ഡോക്ടറുമായിട്ടുള്ള സൗഹൃദം ഒരു കാരണവശാലും കളയരുതെന്ന് സകലരും ഈ മിറാക്കിൾ ഡോക്ടർ ക്യൂവിനെ ഉപദേശിച്ചിരുന്നു. മാന്ത്രിക സിദ്ധികളുള്ള ഡോക്ടേഴ്സിനെയാണ് ഈ മിറാക്കിൾ ഡോക്ടർ എന്ന് വിളിക്കുക. അവർ ശരിക്കും അത്ഭുതം സൃഷ്ടിക്കും. മരണക്കിടക്കയിൽ നിന്ന് തന്നെ ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു അസാധാരണമായ ശേഷി അവർക്കുണ്ട്. മിറാക്കിൾ ഡോക്ടർ ക്യൂവിന് അങ്ങനെയാണ് ആ പേര് വീണത്. പക്ഷേ നീല് കാണിക്കുന്ന മിറാക്കിളുമായി കമ്പയർ ചെയ്യുമ്പോൾ അയാളുടെ മിറാക്കിൾ ഒന്നുമല്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീലിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അയാൾക്കൊരു ധൈര്യം വന്നു. അയാള് തിരിഞ്ഞ് ആ യുവാനെ നോക്കി യുവാനോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തൊടാൻ പാടില്ലാത്ത ആളുകളെ തൊടുന്നു എന്നുള്ള കാര്യം സ്വയം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അതിന് മറുപടിയായി യാരിമയുടെ അമ്മ യുവാനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇയാളുടെ ഡയലോഗ് കേട്ടിരിക്കുന്നത്? വിളിക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുടെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടൊന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ആ കുടുംബത്തിൽ ആരാണ് തീരുമാനം എടുക്കുന്നതെന്ന് വ്യക്തമാകുന്ന ശൈലിയിൽ ആ സ്ത്രീ ഉത്തരവിട്ടതും യുവാൻ അയാളുടെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. അപ്പോൾ സമയം രാത്രി ഏകദേശം ഒരു 10:30 മണിയാകും. 10:30 മണിക്കുള്ള ആ കോള് സാധാരണ എല്ലാവരും എടുക്കില്ല. പക്ഷേ മറുഭാഗത്തെ ആള് കോൾ എടുത്തു. ഇവിടെ യുവാൻ സ്പീക്കർ ഫോണിൽ ആ കോള് കണക്ട് ചെയ്തു. മറുഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരാ? പ്രസിഡന്റ്, ഞാൻ യുവാനാണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ. യുവാൻ, എനിക്ക് ഓർമ്മയുണ്ട്. എന്താ യുവാൻ ഈ രാത്രിയിൽ? പ്രസിഡന്റ്, ഞാനിവിടെ നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. പക്ഷെ ഇവിടെ ആകെ പ്രശ്നമാണ്. പ്രശ്നമോ? അതെ, പ്രശ്നമാണ്. ഇവിടെ ഈ 5ാമത്തെ നിലയിലാണ് പ്രശ്നം. എൻ്റെ ഒരു ബന്ധു ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബന്ധുവിനെ കാണാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ ഈ IC യൂണിറ്റിന് മുന്നിൽ ഡോക്ടേഴ്സിന്റെ കോട്ടൊക്കെ ഇട്ട് 2 ആളുകൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മകളെ അതിലൊരാള് തല്ലുകയും ചെയ്തു. യുവാൻ, താങ്കളുടെ മകളെ എൻ്റെ ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരൻ തല്ലിയതോ? ആരാ ഡോക്ടർ? പ്രസിഡന്റ്, അതൊരു പ്രായമുള്ള ഡോക്ടറാണ്. അയാളുടെ പേരെന്താ ക്യൂ എന്നോ മറ്റോ ആണ്. അത് കേട്ടതും മറുഭാഗത്ത് പെട്ടെന്നൊരു നിശബ്ദത. ഒരു സെക്കൻഡ് നിശബ്ദതയ്ക്ക് ശേഷം മറുഭാഗത്തുനിന്ന് ഒരു ചോദ്യം കേട്ടു. യുവാൻ, ആ പ്രായമുള്ള മനുഷ്യനൊപ്പം ഒരു കണ്ണട വെച്ച ആളുകൂടിയില്ലേ? ഉണ്ട് പ്രസിഡന്റ്, ഉണ്ട്. ഒരു കണ്ണട വെച്ച ആളുമുണ്ട്. 2 പേരും കോട്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണ്ടേ? നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ കോട്ടൊക്കെ ഇട്ട് ഇതുപോലുള്ള ആളുകൾ ഇറങ്ങിയാൽ. യുവാൻ അത്രയും പറഞ്ഞതും മറുഭാഗത്തുനിന്ന് ആ പ്രസിഡന്റ് യുവാനോട് പറഞ്ഞു, ആ കണ്ണട വെച്ച ഡോക്ടർക്ക് ആ ഫോൺ കൊടുത്തേ. അതിന് മറുപടിയായി ആ കണ്ണട വെച്ച ഡോക്ടർ ഉറക്കെ പറഞ്ഞു, പ്രസിഡന്റ്, ഞാനിവിടെ ഉണ്ട്. ക്യൂൻ, നിന്റെ കൂടെ മിറാക്കിൾ ഡോക്ടർ ക്യൂ ഉണ്ടോ? അതെ പ്രസിഡന്റ്, എന്റെ കൂടെ ഉണ്ട്. അത് കേട്ടതും മറുഭാഗത്തുനിന്ന് അലറുന്ന ഒരു ശബ്ദം കേട്ടു. യുവാൻ, നീ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തിരിക്കുന്നത്. ഈ നിമിഷം നീ നിന്റെ കുടുംബവും അവിടെ മുട്ടുകുത്തി
അവർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞു. ഞാനിതാ വരുന്നുണ്ട്, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനായി. അങ്ങനെ പറഞ്ഞതും മറുഭാഗത്തെ ഫോണ് കട്ടായി. ഇപ്പോ അവിടെ ഒരു ഇല വീണാൽ നമ്മൾ കേൾക്കും, അത്ര നിശബ്ദതയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. യുവാനും യുവാന്റെ ഭാര്യയും ഞെട്ടി നിൽക്കുകയാണ്. യാരിമയ്ക്ക് സംഭവം അങ്ങോട്ട് കത്തിയിട്ടില്ല. യുവാൻ ഒരു ബിസിനസ്സുകാരനായി മാറിയത് എന്തുകൊണ്ടാണെന്ന് അടുത്ത നിമിഷത്തിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണ്. യുവാൻ മിറാക്കിൾ ഡോക്ടർ ക്യൂവിന്റെ മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തെ 2 കൈ കൊണ്ടും തൊഴുത് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ ഭാര്യയും കുഞ്ഞും ആളറിയാതെ അങ്ങയോട് അപമര്യാദയായി സംസാരിച്ചു പോയതാണ്. ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ മിറാക്കിൾ ഡോക്ടർ ക്യൂവിനോട് പറഞ്ഞതും ക്യൂ അയാളോട് പറഞ്ഞു, ക്ഷമിക്കേണ്ടത് ഞാനല്ല. അയാൾക്ക് ഉടൻ ഉത്തരം മനസ്സിലായി, ക്ഷമിക്കേണ്ടത് ഞാനല്ല. ആ ഡയലോഗ് മിറാക്കിൾ ഡോക്ടർ ക്യൂ പറഞ്ഞതും അയാൾ ഓടി നീലിന്റെ മുന്നിലേക്ക് വന്നു. ഹേയ് ചെറുപ്പക്കാര, നമ്മൾ തമ്മിൽ ഒരു തരത്തിലുള്ള വിരോധവുമില്ല. എന്തെങ്കിലും മോശമായ വാക്കുകൾ എൻ്റെയോ ഭാര്യയുടെയോ മകളുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം. അതിന് മറുപടിയായി നീൽ അയാളോട് പറഞ്ഞു, നോക്ക്, ഞാനല്ല നിങ്ങളോട് ക്ഷമിക്കേണ്ടത്. ഉടൻ യുവാൻ നേരെ തിരിഞ്ഞത് സോനയുടെ അടുത്തേക്കാണ്. അയാൾ കൈകൂപ്പി സോനയോട് പറഞ്ഞു, മോളെ സോന, നീ അങ്കിളോട് ക്ഷമിക്കണം, അറിയാതെ തെറ്റുപറ്റിപ്പോയതാണ്, ക്ഷമിക്കണം സോന, ക്ഷമിക്കണം. അങ്ങനെ യുവാൻ പറയുമ്പോൾ യുവാന്റെ മകൾ യാരിമ അമ്പരപ്പോടെ ഈ കാഴ്ചയിൽ കാണുകയാണ്. അവൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തായി കാണിക്കുന്നത്? അവൾ അങ്ങനെ ചോദിച്ചതും അവളുടെ അമ്മ പെട്ടെന്ന് യാരിമയെ വലിച്ച് അവളുടെ ഹസ്ബൻഡ് അടുത്തേക്ക് അങ്ങ് താഴ്ത്തി. അവളും ഉടനെ മുട്ടുകുത്തി. യുവാനും ഭാര്യയും എന്തുകൊണ്ട് ബിസിനസ്സിൽ വിജയിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ആ രംഗം. കഥ മാറുന്നത് മനസ്സിലാക്കിയ ആ സ്ത്രീ അതിവേഗം ആക്ഷൻ മാറ്റുകയാണ്. അവള് കൈകൾ കൂപ്പി സോനയോട് പറഞ്ഞു, മോളെ സോന, പ്ലീസ് എന്നോട് ക്ഷമിക്കേ, തെറ്റിപ്പോയി ക്ഷമിക്കേ. ഈ സമയത്തും യാരിമ ഒരു അക്ഷരം ഇടാതെ അവിടെ കുനിഞ്ഞു നിൽക്കുന്നുണ്ടെന്നും യാരിമയുടെ തലയിലിട്ട് ആ സ്ത്രീ ഒരൊറ്റ ആടി. മാപ്പോറെ പെട്ടെന്നാണ് യാരിമയ്ക്ക് ബോധം ഉണ്ടായെന്ന് തോന്നുന്നു. യാരിമ സോനയുടെ മുന്നിൽ കൈകൂപ്പി സോനയോട് മാപ്പ് പറഞ്ഞു. സോന പ്ലീസ് ക്ഷമിക്കേ, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. തൻ്റെ മുന്നിൽ അരങ്ങേറുന്ന രംഗങ്ങളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് ശരിക്കും സോന കാണുന്നത്. പെട്ടെന്ന് സോന അവരോട് പറഞ്ഞു, പൊയ്ക്കോ, മേലാൽ എന്നെ കൺവെട്ടത്ത് വരരുത്. കേൾക്കേണ്ട താമസം ആ 3 സംഘം അവിടുന്ന് അതിവേഗം സ്ഥലം വിട്ടു. ആ സമയത്ത് മിസ്റ്റർ ക്യൂവിന്റെ കൂടെയുള്ള ഡോക്ടർ അവിടെ വന്ന് അവരോടായി പറഞ്ഞു, ഇപ്പോൾ പ്രസിഡന്റ് വിളിച്ചിരുന്നു, മിസ് സോന, നിങ്ങളുടെ അനുജന്റെ ചെലവ് പൂർണ്ണമായും ഹോസ്പിറ്റലിൽ വഹിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേക ഫണ്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ചികിത്സകളും ഹോസ്പിറ്റലിൽ തന്നെ നടത്തും. അത് മാത്രമല്ല, ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ അനുജനെ VIP വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആ ഹോസ്പിറ്റലിന് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് സംവിധാനം ഇല്ല എന്നതിനെ കുറിച്ച് സോനയുടെ അച്ഛനും അറിയാം. അപ്പോൾ ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഒരൊറ്റ വ്യക്തിയാണ്, അത് സാക്ഷാൽ നീലാണ്. നീല് എന്ന ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകാതെ നിൽക്കുന്നത് സോനയുടെ പിതാവ് യാനിക്കാണ്. യാനിക്ക് സോനയുടെ അടുത്തേക്ക് വന്നിട്ട് സോനയെ എന്ന് ചേർത്ത് നിർത്തി അവളോട് പറഞ്ഞു, മോളെ, നീ എങ്ങനെയാ ഈ നീലിനെ പരിചയപ്പെട്ടത്? നീൽ എന്നുള്ള സുഹൃത്ത് അവൾക്ക് ഉള്ളതായി അവൾ ഇതുവരെ അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും സോന അവളുടെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, അവൻ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണെന്ന് സോന പറഞ്ഞപ്പോ യാനിക്ക് സോനയോട് പറഞ്ഞു, ഛേ, നീ എന്തൊക്കെയാ പറയുന്നത്? അവന്റെ വീട്ടിൽ നീ വാടകയ്ക്ക് താമസിക്കായിരിക്കും, നീ എന്നെ പറ്റിക്കുകയാണോ? അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റും. എന്തായാലും ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സോനയും നീലും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് താഴെ ഇറങ്ങി. അവര് റോഡിലേക്ക് എത്താറായപ്പോൾ സോന നീലിനോട് പറഞ്ഞു, നീൽ, താങ്ക് യു. ഏയ് സോന, നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ ഈ കാര്യം പറഞ്ഞില്ല എന്നത് മാത്രമാണ് ചോദ്യം. നീൽ, ഞാൻ എങ്ങനെ അതൊക്കെ പറയുക? നിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇപ്പൊ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു ചോദിച്ചാൽ എനിക്ക് അറിയത്തുമില്ല. നീൽ, നമുക്ക് ഇന്നൊരു ടാക്സി പിടിക്കാം. അങ്ങനെ അവൾ പറഞ്ഞതും നീല് അവളുടെ കൈ പിടിച്ച് അവളുടെ കൈയിലേക്ക് അവന്റെ കൈ വെച്ചു. അവന്റെ കൈ അവളുടെ കയ്യിൽ പതിഞ്ഞതും ശരിക്കും അവളൊന്ന് ഞെട്ടി. കാരണം നീലിന്റെ കൈക്കകത്തുള്ള ഒരു സാധനം അവളുടെ കൈക്കകത്ത് സ്പർശിച്ചിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് നീലിനെ നോക്കിയിട്ട് നീലിന്റെ കൈ മാറ്റിയതും അവൾ കാണുന്നത് ഒരു കീ ചെയിനാണ്. അവൾ വിറ്റ ആ ബീറ്റിലിന്റെ കീ ചെയിൻ ഇതാ അവളുടെ കയ്യിലിരിക്കുന്നു. നീൽ, ഹേയ് സോന, ഞാനിന്ന് യാദൃശ്യവശാൽ നിന്റെ കാറ് കാണാനിടയായി. നിന്റെ കാറാണെന്ന് കണ്ടപ്പോൾ ഞാനതിങ്ങനെ തിരിച്ചു വാങ്ങിച്ചതാ. ആ കാറ് ആ ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് കിടക്കുകയാണ്. അത് കണ്ട സോനയുടെ കണ്ണ് ഏതാണ്ട് നിറഞ്ഞുപോയി. അവർ രണ്ടും കൂടി ആ കാറിൽ അവരുടെ ഗ്രാൻഡ് അപ്പാർട്ട്മെന്റ്സിലേക്ക്
അവിടെ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സോന നെയിലിനോട് ചോദിച്ചു, നീൽ, ശരിക്കും നീ എങ്ങനെയാ ഈ ആളുകളുമായി പരിചയത്തിലായത്? മിറാക്കിൾ ഡോക്ടർ ക്യൂവിനോടുള്ള ആ ഹോസ്പിറ്റലുകാരുടെ സമീപനം അവൾ കണ്ടതാണ്. മിറാക്കിൾ ഡോക്ടർ ക്യൂവിനെ ദൈവത്തെ പോലെയാണ് അവർ കാണുന്നത്. എന്നാൽ ആ മിറാക്കിൾ ഡോക്ടർ ക്യൂ ആണെങ്കിൽ നീലിനെയാണ് ദൈവത്തെ പോലെ കാണുന്നത്. അവൾക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സോന ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും നീല് ചിരിച്ചുകൊണ്ട് സോനയോട് പറഞ്ഞു, സോന, ശരിക്കും എനിക്ക് ഇവരെയൊന്നും വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. നീ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും ആലോചിക്കണ്ട. അങ്ങനെ നീല് പറഞ്ഞപ്പോൾ നീലിന്റെ മുഖഭാവം മാറുന്നത് സോനയുടെ ശ്രദ്ധയപ്പെട്ടു. നീലിന്റെ മുഖത്തേക്ക് ഒരു ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറി വരികയാണ്. ഏയ് നീൽ, എന്തു പറ്റി? സോന, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുകയും വേണം. നീലിന്റെ സംഭാഷണത്തിൽ പെട്ടെന്നുണ്ടായ ആ ഗൗരവം സ്വാഭാവികമായി സോനയെ അമ്പരിപ്പിച്ചെങ്കിലും എന്തോ ഗൗരവമായ പ്രശ്നമുണ്ടെന്ന് സോനയ്ക്ക് മനസ്സിലായി. സോന നീലിനോട് പറഞ്ഞു, നീൽ പറ. സോന, നീ വാഹനം നിർത്തിക്കൂ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ വാഹനം നിർത്താതെ പോയതും സോനയുടെ നീല് പറഞ്ഞു, സോന വേഗം വാഹനം നിർത്ത്. സോന, വാഹനം നിർത്തുമ്പോൾ ഞാൻ ഇറങ്ങും. ഞാൻ ഇറങ്ങിയാലുടൻ നീ ഈ വാഹനത്തിന്റെ വേഗത എത്രയുണ്ടോ അത്രയും ഉപയോഗിച്ച് നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പറക്കണം. വഴിക്ക് കാണുന്ന ട്രാഫിക് ലൈറ്റോ വാഹനങ്ങളോ ഒന്നും നീ നോക്കണ്ട. നീ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പാഞ്ഞു കയറണം. നീ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നാലുടൻ വാതിലടച്ചിട്ട് ഫോണും എടുത്ത് എന്റെ റൂമിൽ കിടക്കണം. എന്റെ റൂമിൽ കയറിയതിനു ശേഷം വാതിലടയ്ക്കുക. വാതിലടച്ചിട്ട് നീ ആ ഫോണിൽ അവസാനം വിളിച്ചിരിക്കുന്ന നമ്പർ ഒന്ന് റീഡയില് പ്രസ് ചെയ്യുക. അപ്പോൾ അതിലെ അവസാനം വിളിച്ച കോളിലേക്ക് ആ വിളിയെത്തും. ഫോൺ അടയ്ക്കുന്ന ആളോട് നീ നിന്റെ പേരും അഡ്രസ്സും പറയുക. ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുക. എന്നിട്ട് അദ്ദേഹത്തോട് നീ ആപത്തിലാണെന്ന് പറയുക. അങ്ങനെ നീല് പറയുമ്പോഴേക്കും ആ കാറ് നിന്ന് കഴിഞ്ഞു. നീല് പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി ആ ഡോർ അടച്ചതും സോന ആക്സിലേറ്റർ കാല് കൊടുത്തതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും അവളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഓട്ടം അവൾ ഇത് ആരംഭിക്കുകയാണ്. ആക്സിലേറ്ററിൽ കാല് കൊടുത്തതും ആ ബീറ്റിൽ ആ റോഡിലൂടെ അങ്ങനെ കുതിച്ചു പായുകയാണ്. ആ കുതിച്ചു പായുന്ന ആ ബീറ്റിൽ തന്റെ കണ്ണീന്ന് മറിഞ്ഞതും നീല് ആ ഫുട്പാത്തിൽ ഒന്ന് തിരിഞ്ഞു. നീൽ ഇപ്പോ കുറച്ച് പുറകിൽ നിന്ന് ഒരു കാറ് വരുന്നത് കാണാം. കറുത്ത നിറത്തിലുള്ള ഒരു ബെന്റ്ലി കാറ് നീൽ നിൽക്കുന്നതും ഏകദേശം ഒരു 10 അടി മാറി സ്റ്റോപ്പ് ചെയ്തു. ആ കാറ് സ്റ്റോപ്പ് ചെയ്തതും കാറ് നിർത്തിയ ഡ്രൈവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അയാളെ കണ്ടാൽ അറിയാം അയാൾ അതിശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അയാൾ ആ കാറിന്റെ മുൻഭാഗത്തൂടെ നടന്ന് പുറകിലത്തെ ഡോറിന്റെ അടുത്തെത്തി ആ ഡോറ് തുറന്നു. ആ നിമിഷം അതിനകത്തുനിന്ന് മറ്റൊരു മനുഷ്യൻ കൂടി പുറത്തിറങ്ങിയ മനുഷ്യൻ കറുത്ത കോട്ടും സൂട്ടും ധരിച്ചിട്ടുണ്ട്. അയാൾ ഫുട്പാത്തിലേക്ക് കയറി നിന്നതിന് ശേഷം കണ്ണുകൾ കൊണ്ട് നീലിനെ ഇങ്ങനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. ശരിക്കൊരു സ്കാനിങ്. അതിനുശേഷം അയാളൊന്ന് ചിരിച്ചു. കൊള്ളാം, എന്തായാലും ഇത് ഒരു സംഭവം തന്നെയാണ്. ആദ്യം വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ലായിരുന്നു, പക്ഷേ ഇപ്പോ എനിക്ക് വിശ്വാസമായി. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്ലൗഡ് ലേക്ക് മാനറിലെ സംഭവത്തിന് ശേഷം ആ കോയിനിലേക്ക് റിവറിലേക്ക് നീ വീണപ്പോ നീ ആ നദിയിലൂടെ കടലിൽ എത്തിക്കണമെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷെ നീ രക്ഷപ്പെട്ടു. അതെന്തായാലും നന്നായി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്കിങ്ങനെ കാണാൻ പറ്റിയത്. ആ മനുഷ്യൻ ആ കാര്യങ്ങൾ പറഞ്ഞതും നീല് അയാളോട് ചോദിച്ചു, ക്ലൗഡ് ലേക്ക് മാനറിൽ അന്നത്തെ ദിവസം നീ ഉണ്ടായിരുന്നു. എനിക്കറിയേണ്ടത് ഒരു സിംഗിൾ കാര്യമാണ്. എന്തിന് എന്റെ കുടുംബത്തെ നിങ്ങളെല്ലാം ചേർന്ന് വേട്ടയാടി? ആ ചോദ്യം കേട്ടതും ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു. എടോ, ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നീയല്ല, ഞാനാണ്. പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാനായിട്ട് ഈ നിമിഷം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഡ്രൈവറെ നോക്കി. ആ ഡ്രൈവറോടായി അയാൾ പറഞ്ഞു, നോക്ക്, അവനെ അങ്ങ് തീർത്തേക്ക്. ഉത്തരവ് കിട്ടിയതും ആ ഡ്രൈവർ 2 കൈയും ഒന്ന് വിടർത്തി. ആ കൈയൊക്കെ ഒന്ന് വിടർത്തി ഒന്ന് ഉഷാറാക്കാനുള്ള ഒരു ആഗ്രഹം അയാൾക്കുണ്ടെന്ന് വ്യക്തം. പക്ഷെ അയാൾ ആ കൈ ഇങ്ങനെ വിടർത്തിയതും അയാളുടെ കണ്ണുകളിൽ ഒരു അമ്പരപ്പ്. കാരണം അയാളിൽ നിന്ന് ഏകദേശം 10 അടി മാറി നിന്നിരുന്ന നീലിപ്പോ അയാളുടെ തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. നിൽക്കുന്നു മാത്രമല്ല, നീലിന്റെ വലത് കൈ അയാളുടെ കഴുത്തിലിരിക്കുകയാണ്. കഴുത്തിലിരിക്കുന്ന ആ കൈ ശരിക്കും നന്നായി മുറുകിയിട്ടുണ്ട്. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ആ കഴുത്തിൽ മുറുകിയ കൈ അയാളെ ഒരു കൈ കൊണ്ട് പിടിച്ചു പൊക്കുകയാണ്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ കഴിയുമ്പോൾ ടക് ടക് എന്ന ശബ്ദവും കേട്ടു. അയാളുടെ കഴുത്തിലെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദമാണ് അയാൾ കേട്ടത്. തികച്ചും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആ തെരുവിൽ താൻ ഇതുപോലെ മരിക്കുമെന്ന് ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാകുന്നതാണ് അയാളുടെ മുഖഭാവം. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. അടുത്ത നിമിഷം അയാളങ്ങ് താഴെ വീണ അയാളുടെ ബോഡിയിലെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ലൈറ്റനിങ് വേഗതയിൽ തന്റെ ഡ്രൈവർ കൊല്ലപ്പെട്ടപ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങി 2 കൈയും പുറകിൽ കെട്ടി ഈ കാഴ്ച കാണാൻ നിന്ന ആ വ്യക്തി
ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കണ്ടത്. അത് ശരി, നീ അപ്പോ മാർഷൽ ആർട്സ് പഠിച്ചു അല്ലേ? 8 കൊല്ലങ്ങൾ കൊണ്ട് നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവലുള്ള ആളായി മാറി. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് മറ്റു വ്യക്തിക്ക് അറിയാം. ഒരു ഗ്രാൻഡ് മാസ്റ്ററെ കൊല്ലാൻ മിനിമം ഒരു ഗ്രാൻഡ് മാസ്റ്ററെങ്കിലും ആകണം. ആ കാൽക്കുലേഷനിലാണ് അയാൾ ആ വാചകം പറഞ്ഞത്. അതിനെ ശ്രദ്ധിക്കാതെ നീല് അയാളോട് വീണ്ടും ആ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞില്ല. ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. മിസ്റ്റർ ലോങ് ഇപ്പോ എവിടെയുണ്ട്? നീൽ ആ ചോദ്യം ചോദിച്ചതും ആ മനുഷ്യൻ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. നിനക്ക് ഉത്തരം നൽകുക എന്നുള്ളത് എന്റെ ജോലിയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ച അയാളുടെ വലത് കൈ നീലിന്റെ തല ലക്ഷ്യമാക്കി കൊണ്ടുവരികയാണ്. ആ സമയത്ത് ആ കൈയിലേക്ക് നോക്കുന്ന ഏതൊരാളും അയാളുടെ കൈ ഒരു പക്ഷിയുടെ കാല് പോലെ വായിച്ചെടുക്കും. ശരിക്കും ആ വിരലുകൾക്ക് പക്ഷിയുടെ ആ കാൽപാദങ്ങളുടെ ആ വിരലുകളുടെ അതേ പവർ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ആ കൈ കൊണ്ട് നീലിന്റെ തല ഇങ്ങനെ പിടിച്ച് എടുക്കാനാണ് അയാൾ വന്നത്. നീലിന്റെ തലയ്ക്ക് നേരെ ആ കൈ പാഞ്ഞു വന്നതും നീലിന്റെ ഇടത് കൈ ഒന്ന് കറങ്ങി ചലിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ ഇടത് കൈ കൊണ്ടുള്ള പഞ്ച് അയാളുടെ ആ പക്ഷിക്കാല് പോലുള്ള കയ്യിൽ വന്നിടിച്ചതും അയാൾ പുറകോട്ട് മാറി. പുറകോട്ട് മാറുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെടുകയാണ്. അയാളുടെ വലത് കൈയിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോയിരിക്കുകയാണ്. അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. വെറും ഗ്രാൻഡ് മാസ്റ്റർ അല്ല, അനവധി ലെവലുകൾ ഗ്രാൻഡ് മാസ്റ്ററിൽ അയാൾ കടന്നിട്ടുണ്ട്. ഗ്രാൻഡ് മാസ്റ്ററിൽ 9 ലെവലാണ് ഉള്ളത്. അതില് എൻട്രി ലെവലിൽ നിൽക്കുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ ശക്തിയല്ല സെക്കൻഡ് ലെവലിലെ ഗ്രാൻഡ് മാസ്റ്റർക്ക് ഉള്ളത്. ഇയാള് 3rd ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. ശരിക്കും ശക്തനിൽ ശക്തനാണ് അയാൾ. ആ ശക്തനിൽ ശക്തനായ അയാളുടെ കയ്യിലൂടെ ഒരു വൈദ്യുതി കടന്നു പോയതിന്റെ അമ്പരപ്പ് അയാൾക്കുണ്ട്. ആ അമ്പരപ്പ് അയാളുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു. തന്റെ തൊട്ടു മുന്നിൽ നീൽ എത്തിയിരിക്കുന്നു. നീലിനെ പ്രതിരോധിക്കാനായി അയാളുടെ മറ്റേ കൈ എടുക്കുമ്പോഴേക്കും വലത് കാലുകൊണ്ട് നീല് അയാളുടെ കാൽമുട്ടിൽ ഒരൊറ്റ ചവിട്ട്. ഠക്കെന്ന ശബ്ദത്തോടെ ആ മനുഷ്യന്റെ കാല് വന്ന് തറയിൽ ഒരൊറ്റ ഇടി. അയാളുടെ വലത് കാൽമുട്ട് തറയിൽ പതിച്ചതും നീല് മുന്നോട്ട് കുതിച്ച് ഇടത് കാൽമുട്ട് കൊണ്ട് ഒരൊറ്റ ഇടി. വയറിനും നെഞ്ചിനും ഇടയിലായി ആ ഇടി ഏറ്റതും അയാള് മറന്ന് താഴേക്ക് വീണു. താഴേക്ക് വീണ ആ നിമിഷം തന്നെ നീല് വലത് കാലം ഉയർത്തി അയാളുടെ തലയിൽ ഒരു ചവിട്ട്. ബലമായി ചവിട്ടിയില്ല, തലയിൽ ചവിട്ടി പിടിച്ചിട്ട് നീല് അയാളോട് ചോദിച്ചു, ഇനി പറ. തന്റെ തലയിൽ ചവിട്ടി പിടിച്ചിരിക്കുന്ന ആ കാലിന്റെ പവർ ആ മനുഷ്യന് മനസ്സിലായെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. അയാള് നീലിനോട് പറഞ്ഞു, നീൽ, ശരിക്കും അന്ന് ക്ലൗഡ് ലേക്ക് മാനറിൽ നടന്ന സംഭവങ്ങളിൽ ഞങ്ങൾക്കൊക്കെ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ ലോങ് ആണ് എല്ലാം തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ ആവശ്യാനുസരണം ബാക്കി ആളുകൾ പെരുമാറിയെന്നേ ഉള്ളൂ. അത് കേട്ടതും നീൽ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോ എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? നീൽ, ഞങ്ങൾക്ക് കുറെ CCTV വിഷ്വലുകൾ കിട്ടിയിരുന്നു. ആ വിഷ്വലുകൾ അനലൈസ് ചെയ്താണ് ഞങ്ങൾ നീ നീലാണെന്ന് മനസ്സിലാക്കിയത്. ആ വിഷ്വലുകൾ എന്ന് പറയുമ്പോൾ സോനയെ രക്ഷിക്കാനായി ആ ഹോട്ടലിൽ നീല് നടത്തിയ ആ ആക്ഷന്റെ ഫലമായി ഉണ്ടായ വിഷ്വലാണ് അതെന്ന് വ്യക്തമാണ്. അന്ന് നീല് നേരിട്ടത് ശരിക്കും ഒരു കൾട്ടിവേറ്റർ ആയിരുന്നു. നീലും ഒരു കൾട്ടിവേറ്ററാണ്. ആ കൾട്ടിവേറ്റർ നേരിടാനായി നീല് തന്റെ കൈയിലേക്ക് ഇന്റേണൽ എനർജി കേന്ദ്രീകരിച്ചപ്പോൾ ചുറ്റുമുള്ള വായും കൂടി അതിനെ സപ്പോർട്ട് ചെയ്തു. നീലിന്റെ ആ ഇടി ശരിക്കും ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് അന്ന് ആ മനുഷ്യന്റെ പുറത്ത് പതിച്ചത്. അത് CCTV ക്യാമറ ഒപ്പിയെടുത്തിരുന്നു. ആ ഇടിയുടെ വിഷ്വൽ അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഇടിച്ച വ്യക്തി ഒരു അസാധാരണ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ അസാധാരണ വ്യക്തിയുടെ മുഖം അനവധി തവണ അനലൈസ് ചെയ്താണ് നീലാണ് കഥാപാത്രമെന്ന് ഈ വ്യക്തി കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞപ്പോൾ നീൽ അയാളോട് ചോദിച്ചു, മിസ്റ്റർ ലോങ് ആരാണ്? അയാൾ എവിടെയുണ്ട്? നീൽ, അത് മാത്രം എനിക്കറിയില്ല. ക്യാപിറ്റലിലാണ് മിസ്റ്റർ ലോങ് ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ക്യാപിറ്റലിൽ മിസ്റ്റർ ലോങ് എവിടെ താമസിക്കുന്നു ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്നാണ് സത്യം. അദ്ദേഹം തികച്ചും അജ്ഞാതനായി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടത് എന്തോ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം നടത്തിയ തിരച്ചിലിൽ പക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. അത് കേട്ടതും നീലിന്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായി. ലോങ്ങും കൂട്ടും ചേർന്ന് നീലിന്റെ അച്ഛനെയും അമ്മയെ കൊന്നത് നീലിന്റെ അച്ഛൻ നീലിന് കൊടുത്ത ആ കറുത്ത കല്ലിന് വേണ്ടിയാണോ? ഒരു വല്ലാത്ത ചോദ്യമായി ആ വിഷയം നീലിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നീലിന്റെ കാലിന്റെ അടി കിടക്കുന്ന വ്യക്തി നീലിനോട് പറഞ്ഞു, നീൽ, ഒരു കാര്യം ഞാൻ പറയാം. നീ എന്നെ കൊന്നാലും ഇല്ലെങ്കിലും നിന്റെ ആ ഗേൾ ഫ്രണ്ട് ഇപ്പൊ അവസാനിക്കും. ഈ വിഷയം അവിടെ അങ്ങനെ സംസാരിക്കുമ്പോൾ സോന അവളുടെ അപ്പാർട്ട്മെന്റ്സിനടുത്ത് അവളുടെ കാറുമായി പറന്നെത്തിയിരുന്നു. അവള് ഈ വേഗതയിൽ ജീവിതത്തിൽ അതിനു മുമ്പ് ഒരിക്കലും വാഹനം ഓടിച്ചിട്ടില്ല.
അവളെ കാറ് നിർത്തുന്ന ഇടയിൽ ഹോളിടിച്ചിരുന്നു. ഹോളിടി കേൾക്കുമ്പോൾ സ്വാഭാവികമായി സെക്യൂരിറ്റിക്കാരൻ വന്ന് ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറക്കുന്ന സെക്യൂരിറ്റിക്കാരനെ നോക്കി നിൽക്കാനുള്ള സമയമൊന്നും സോനയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് കാറിൽ നിന്നിറങ്ങിയ സോന അതിവേഗം ആ ചെറിയ ഗേറ്റ് വഴി അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കേറിയായിരുന്നു. അവള് കണ്ണടച്ച് തുറക്കും മുമ്പേ അവളുടെ അപ്പാർട്ട്മെന്റ് വാതിലിന്റെ അടുത്തെത്തി. അതിവേഗം വാതിൽ തുറന്ന അവള് ഒരു ശബ്ദത്തോടെ വാതിലങ്ങ് അടച്ചു. വാതിലിനെ കുറ്റിയിട്ട് അവൾ മേശപ്പുറത്തിരിക്കുന്ന ഫോണും എടുത്തുകൊണ്ട് നേരെ ഓടിയത് നീലിന്റെ മുറിയിലേക്കാണ്. നീലിന്റെ മുറിയിലേക്ക് കയറി അവള് ആ വാതിലടച്ച് കുറ്റിയിട്ടതും ആ വാതിലിൽ ഒരു പ്രകാശം പരക്കുന്നത് അവളുടെ ശ്രദ്ധയപ്പെട്ടു. അവൾ ആ ബെഡിൽ വന്നിരിക്കുമ്പോൾ ആ പ്രകാശത്തോടൊപ്പം ചില അക്ഷരങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതും അവളുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഇതെന്താ സംഭവം? അങ്ങനെ ചോദ്യം അവളുടെ മനസ്സിലേക്ക് വന്നതും അവൾ പെട്ടെന്ന് നീല് പറഞ്ഞ കാര്യം ആലോചിച്ച് ആ ഫോണിലെ ആ നമ്പറിൽ പ്രസ് ചെയ്തു. റീഡയൽ നമ്പറിൽ നീല് പറഞ്ഞിരുന്നു ആ റീഡയലിൽ പ്രസ് ചെയ്യണം. മറുഭാഗത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട നിമിഷം തന്നെ മറുഭാഗത്തുള്ള ആള് ഫോൺ എടുത്തു. ഹൗൾ മാസ്റ്റർ, മറുഭാഗത്തു നിന്നുള്ള ആ സംബോധന ഇപ്പുറത്തെ കേട്ട നിമിഷത്തിൽ സോന അയാളോട് പറഞ്ഞു, എന്റെ പേര് സോന, ഞാൻ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിൽ 103A എന്ന ബിൽഡിങ്ങിനാണ് താമസിക്കുന്നത്. നീൽ പറഞ്ഞിട്ടാ വിളിക്കുന്നത്, ഞാൻ അപകടത്തിലാണ്. അതിന് മറുപടിയായി മറുഭാഗത്ത് നിന്ന് ഒരൊറ്റ വാക്ക്, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പറയുന്നു മറുഭാഗത്തെ ഫോണ് കട്ടാവുകയും ചെയ്തു. ഫോൺ കട്ട് ചെയ്ത വ്യക്തി അയാളുടെ കൈവശമുള്ള രണ്ടാമത്തെ ഫോൺ എടുത്ത് അതിൽ നിന്ന് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ കണക്ട് ആയതും അയാളോടായി ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ടി വി ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. ഇപ്പൊ തന്നെ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിലെ 103A ചെല്ലുക. എന്ത് വില കൊടുത്തും അവിടെയുള്ള പെൺകുട്ടിയെ സംരക്ഷിക്കുക. അങ്ങനെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത വ്യക്തി അവിടെയുള്ള ബെല്ലടിച്ചതും ഒരാള് ആ മുറിയിലേക്ക് വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ റിവർ സിറ്റിയിലേക്ക് പോകണം, ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യും. ബോസ്, അത് റെഡിയാണ്. ഈ സംഭവം അവിടെ അരങ്ങേറുന്ന ആ നിമിഷത്തിൽ സോന ഒരു ശബ്ദം കേട്ടു. ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച ശബ്ദമാണ് അവൾ കേട്ടത്. അവള് പെട്ടെന്ന് ആ കട്ടിലിന്റെ അടിയിലേക്ക് കയറിയങ്ങ് പതുങ്ങി. കട്ടിലിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുന്ന അവക്ക് ആ മുറിയുടെ വാതിലിന് പുറത്ത് ആളുകൾ എന്തൊക്കെയോ തിരയുന്ന ശബ്ദം കേൾക്കാം. അവള് ശ്വാസം അടക്കി പിടിച്ച് കട്ടിലിന്റെ അടിയിലിരിക്കുമ്പോൾ പുറത്ത് ഒരാൾ പറയുന്നത് അവൾ കേട്ടു. ആ പെണ്ണ് ആ മുറിക്കകത്ത് കാണും. അതിന് മറുപടിയായി വേറൊരാൾ പറഞ്ഞു, വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവളെ വലിച്ച് പുറത്തെടുക്കും. കേൾക്കേണ്ട താമസം അവളുടെ വാതിൽ ആരോ ആഞ്ഞ് ചവിട്ടുന്ന ശബ്ദം സോന കേട്ടു. കഥയുടെ ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്ററിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലറിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.